നമസ്കാരം. കേരളം ഞെട്ടിയ പ്രമാദമായ കേസിൽ ചലനങ്ങൾ ഒന്നൊന്നായി വീക്ഷിക്കേണ്ടി വരുന്നു. ഇന്ന് ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ പരിഗണിച്ച ഹൈക്കോടതി ഇത് മാറ്റി വയ്ക്കുകയാണ്. വ്യാഴാഴ്ച പരിഗണിക്കാൻ എടുത്തു. സശ്രദ്ധം കേരളം വീക്ഷിച്ച ഈ കേസുമായി ബന്ധപ്പെട്ട ഓരോ ദിവസങ്ങളിലെയും ചലനങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തേണ്ടതുണ്ട്. ഈ ദിനത്തിലും ഈ കേസുമായി ബന്ധപ്പെട്ട അതിൻ്റെ ദിശ വിലയിരുത്തുകയാണ്. നടിയെ ആക്രമിച്ച കേസിൽ ഹൈക്കോടതിയിലും ദിലീപിന് ജാമ്യമില്ല എന്നതാണ് ഈ ദിനത്തിലെ സംഭവവികാസം. ജാമ്യ ഹർജി വ്യാഴാഴ്ചത്തേക്ക് മാറ്റി. ദിലീപിന്റെ ഡി ശ്രീനിവാസന് പ്രവർത്തനാനുമതി നൽകിയതിൽ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ. അതേസമയം MLA-മാരായ അൻവർ സാദത്തിന്റെയും മുകേഷിന്റെയും മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. നിയമപ്രകാരം മൊഴിയെടുക്കാത്തതിൽ സ്പീക്കർ അതൃപ്തി അറിയിച്ചു. പി തോമസിന്റെ മൊഴിയെടുക്കൽ മാറ്റിവെച്ചു. ഈ വിഷയം ഇന്ന് പരിശോധിക്കുമ്പോൾ നമ്മോടൊപ്പം അഡ്വക്കേറ്റ് പ്രിജി, മുതിർന്ന മാധ്യമപ്രവർത്തകൻ വാസുരേന്ദ്ര ബാബു, ശാന്തിവിള, ദിനേശൻ സിനിമാ മേഖലയിൽ നിന്നും, ഒപ്പം റിട്ടയർഡ് SP ജോർജ് ജോസഫ്, ഒപ്പം ബൈജു കൊട്ടാരക്കര കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചർച്ചയിലേക്ക് വരുമ്പോൾ ശ്രീ ജോർജ് ജോസഫ്, താങ്കൾ തുടക്കം മുതൽ ഈ കേസിനെ സസൂക്ഷ്മം നിരീക്ഷിച്ച് മറ്റ് താല്പര്യങ്ങളൊന്നുമില്ലാതെ അന്വേഷണ സംഘത്തോടൊപ്പമൊക്കെ തന്നെ ഇതിൻ്റെ ഓരോ നാൾ വഴികളും വിലയിരുത്തുകയും വിശകലനം ചെയ്യുകയും പിഴവുകളൊക്കെ ചൂണ്ടിക്കാട്ടുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ്. ഇന്നിപ്പോൾ ഹൈക്കോടതിയിലേക്ക് ജാമ്യ ഹർജി വരുന്നു, അത് മാറ്റിവെക്കുന്നു. ഇതിപ്പോൾ ഒരുപക്ഷെ ഈ കേസ് ഡയറിയുടെ ദിലീപിൻ്റെ ജാമ്യ ഹർജി ഒരുപക്ഷെ അതിനെ ജാമ്യത്തെ തടസ്സപ്പെടുത്താൻ അത് വളരെ പ്രബലമായ രീതിയിൽ ഈ കേസ് ഡയറിയിലൂടെ സാധിക്കുമെന്നൊരു പക്ഷേ പ്രോസിക്യൂഷന് വിശ്വാസമുണ്ടോ? ഇതുവരെയുള്ള സാഹചര്യങ്ങൾ നോക്കുമ്പോൾ കേസിൻ്റെ ഇനിയുള്ള പോക്കിനെ, ഇതിൻ്റെ ദിശയെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം കേസ് ഡയറി എന്തായാലും ഹൈക്കോടതി പരിശോധിക്കും. ഇതുവരെയുള്ള എവിഡൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ദിലീപിന് അതിനകത്തൊരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടെന്ന് തന്നെയാണ് കോടതിയിൽ പ്രൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ അത് തന്നെയല്ല, ഇതിനകത്ത് ഇനി നാദിർ ഷാ കിടക്കുന്നു, അതേപോലെ അപ്പുണ്ണി, വളരെ വൈറ്റലായ ഒരു പ്രതിയാണ് അപ്പുണ്ണി മുങ്ങിക്കഴിഞ്ഞു. പ്രതീഷ് ചാക്കോ എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് മുങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ വെളിയിൽ നിൽക്കുമ്പം ദിലീപിനൊരു ജാമ്യം കൊടുക്കുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടാനുള്ള വളരെ വിരളമാണ്, വളരെ സാധ്യതയും കുറവാണ്. കോടതിയിലെ ദിലീപിൻ്റെ അഡ്വക്കേറ്റ് എന്ത് വാദഗതി ഉന്നയിച്ചാലും ശരി. പക്ഷെ അവിടെ ശ്രീ ജോർജ് ജോസഫ്, ശ്രീ രാംകുമാറിനെ പോലെയുള്ള അഭിഭാഷകൻ ചില ആത്മവിശ്വാസം പുലർത്തുന്നുണ്ട്, ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ 19 വകുപ്പുകളിൽ 8 കെട്ടിച്ചമച്ചതാണെന്ന് ഇന്നും അദ്ദേഹം ആവർത്തിക്കുന്നു. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു തലത്തിൽ ചെറിയ അർത്ഥത്തിലെങ്കിലും ചില സങ്കീർണതകൾ, വെല്ലുവിളികൾ താങ്കൾ കാണുന്നുണ്ടോ? ഒന്നും കാണുന്നില്ല. ഈ 19-ൽ ഒരെണ്ണം മതി, ഒരു ഇൻവോൾവ്മെൻറ്റ്, ഒരു നോളജ് മാത്രം മതിയല്ലോ. അതുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ജാമ്യം കൊടുക്കാൻ സാധിക്കത്തില്ല. അതുതന്നെയല്ല, ഇതിനകത്ത് ആദ്യം നമ്മൾ കേട്ടു ദിലീപ് നിസ്സഹരിച്ച്. അത് നിസ്സഹകരണം എന്തായാലും അത് കോടതിയിൽ ബോധ്യപ്പെടുത്തുമെന്ന് എനിക്ക് തോന്നണേ. കാരണം ആ നിസ്സഹകരണം കൊണ്ട് 27 റിക്കവറി, ഇതിനകത്ത് ചില മൊബൈൽ ഫോണും അതുപോലെ തന്നെ വീഡിയോ ക്ലിപ്പിങ്ങും ഒന്നും കണ്ടെടുക്കാൻ പറ്റിയിട്ടില്ല, ഒറിജിനൽ. അതേ സമയത്ത് 2 മൊബൈൽ ഫോണ് കോടതിയിൽ കൊണ്ടുപോയി ഹാജരാക്കിയത് ഒരിക്കലും നിയമപരമായിട്ട് ശരിയല്ല. അതിനൊരു പ്രൊവിഷന് ക്രിമിനൽ നടപടിക്രമത്തിലില്ല. കാരണം അത് തൊണ്ടിയായിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ഒബ്ജക്റ്റ് തന്നെയാണ്. ആ തൊണ്ടിയായിട്ട് വരുന്ന സാധനം ഒരു വക്കീലോ ആർക്കും അത് കൈകൊണ്ട് തൊടാൻ അവകാശമില്ല. അതിനകത്ത് പൾസർ സുനിയുടെ ഒരു ഫിംഗർ പ്രിൻ്റ് ഉണ്ടായിരുന്നു, അതിപ്പോൾ നേച്ചു മാച്ച് നശിച്ചു പോയില്ലേ. അപ്പോൾ അതാണ് അതുകൊണ്ടാണ് അത് 201, 202, 206 വകുപ്പ് പ്രകാരം അട്രാക്ട് ചെയ്യും. അത് ഒരിക്കലും ചെയ്യാം. ഒരു ഫ്രോഡുലൻ്റ് റിമൂവൽ ഓഫ് മെറ്റീരിയൽ ഒബ്ജക്റ്റ് ഫ്രം ദ ഹൗസ് ഓഫ് അക്യൂസ്ഡ് എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. ഞാൻ മടങ്ങിയെത്താം. ശ്രീ ബൈജു കൊട്ടാരക്കരയിലേക്ക് വരും മുമ്പ് അഡ്വക്കേറ്റ് പ്രിജി, താങ്കൾ ഈ അഭിഭാഷകനാണ്, താങ്കൾ ഈ കേസിനെ വിലയിരുത്തിയും വിശകലനം ചെയ്യുന്ന വ്യക്തിയാണ്. ഇവിടെ ഈ പറഞ്ഞ പോലെയുള്ള നമ്മുടെ എവിഡൻസിനെ കണക്ട് ചെയ്യണം. ആ കണക്റ്റിംഗ് ഒരുപക്ഷെ ദിലീപിന് ജാമ്യം ലഭിക്കാതിരിക്കുന്നിടത്തോളം കാലം ഒരുപക്ഷെ ഈ പറയുന്ന പ്രോസിക്യൂഷൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ പല കാര്യങ്ങളെയും കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അതൊരു വെല്ലുവിളി, ഒരു സങ്കീർണതയായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഇനിയും? കാരണം ഒരു സയന്റിഫിക് എവിഡൻസിന്റെ ഒരു തലമൊക്കെ നോക്കുമ്പോൾ അത്തരത്തിലുള്ള മൊഴികൾ വേണം. അതൊക്കെ ഏകീകരിക്കാൻ, സമാഹരിക്കാൻ ഒരുപക്ഷെ നമുക്ക് കൃത്യമായ വിവരങ്ങൾ അന്വേഷണ സംഘം തരുന്നില്ലെങ്കിൽ കൂടി ഇപ്പോഴത്തെ പുറമേ നോക്കുമ്പോൾ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ താങ്കൾ എങ്ങനെ കാണും? ഞാൻ ഇന്നലെ ഈ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഇന്ന് നമ്മളെല്ലാവരും ഈ ചർച്ചകൾ സംഘടിപ്പിക്കുന്നത് വളരെ പെരിഫറലായി മാധ്യമങ്ങളിൽ വരുന്ന ചില വാർത്തകളുടെ മാത്രം അടിസ്ഥാനത്തിലാണ്.
അല്ലാതെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുള്ള ദിലീപിനെതിരെയുള്ള തെളിവുകൾ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് കൺക്ലൂസീവായിട്ടുള്ള അറിവ് യഥാർത്ഥത്തിൽ നമുക്ക് ആർക്കും തന്നെ ഇല്ല. അതറിയാതെ ദിലീപിന് ഇപ്പോൾ ജാമ്യം കൊടുക്കുമോ ഇല്ലേ എന്ന് ചർച്ച ചെയ്യേണ്ട സന്ദർഭം പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം അത് ദിലീപ് എന്നല്ല, മറ്റേതൊരാളായാലും ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഇത്രയും ബ്രൂട്ടലായിട്ടുള്ള ഒരു റേപ്പിൻ്റെ ബെയിൽ ആപ്ലിക്കേഷൻ പരിഗണിക്കുന്ന സമയത്ത് കോടതികൾ ഇതിൻ്റെ തെളിവിലേക്കും അതിൻ്റെ മെറിറ്റിലേക്കും ഒന്നും പോകാൻ വേണ്ടി സാധ്യതയില്ല. ഇപ്പോൾ അതിൻ്റെ ഒരു പ്രിമാഫേസിയുള്ള അന്വേഷണത്തിൻ്റെ ഓരോരോ ഘട്ടങ്ങളെ സംബന്ധിച്ചുള്ള വിലയിരുത്തലുകൾ മാത്രമായിരിക്കും കോടതിയിൽ നടക്കുക. ഇപ്പോൾ ജാമ്യം കൊടുക്കണമോ വേണ്ടയോ എന്ന് തൽക്കാലം ഹൈക്കോടതിയിലെ ആയാലും ജില്ലാ കോടതിയിലെ ആയാലും ഒക്കെ ജഡ്ജസ് അങ്ങനെ ആലോചിക്കേണ്ട ഒരു സന്ദർഭത്തിലേക്ക് എത്തുന്ന തരത്തിലേക്ക് ഈ കേസ് റൈപ്പനായിട്ടില്ല. നേരത്തെ ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇനിയും പ്രതികളെ കിട്ടാനുണ്ട്. ഈ അന്വേഷണം അതിൻ്റെ സെക്കൻഡ് ഫേസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഈസ് ഇൻ ബഡ്ഡിംഗ് സ്റ്റേജ്. ആ സെക്കൻഡ് ഫേസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഈസ് ബഡ്ഡിംഗ് സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ, അതായത് ഈ ഒരു ഘട്ടത്തിൽ ഞാൻ ആ ഘട്ടം താങ്കൾ പറയുന്ന അടുത്ത ഘട്ടം അതിന് ഒരുപക്ഷെ ഒരുപാട് ഈ പറയുന്ന ആരോപണ വിധേയരുണ്ട്, അവരെയൊക്കെ തന്നെ ഇനി മറഞ്ഞു നിൽക്കുക, അവരൊക്കെ പുറത്തു. പക്ഷേ ഈ ഫസ്റ്റ് ആ ഒരു ഫേസ് അതിൽ താങ്കൾ ഈ ഫസ്റ്റ് ഫേസിൽ യഥാർത്ഥത്തിൽ അവൈലബിൾ ആയിട്ടുള്ള എവിഡൻസ് വെച്ച് അദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ വിയോജിക്കും. കാരണം ഞാൻ രാംകുമാർ സാർ പറഞ്ഞതിനോട് യോജിച്ച് നിൽക്കും. അവൈലബിൾ ആയിട്ടുള്ള എവിഡൻസ് വെച്ച് എനിക്കറിഞ്ഞുകൂടാ പോലീസ് ഏതൊക്കെ കൺക്ലൂസീവായിട്ടുള്ള എവിഡൻസുകൾ ദിലീപിനെതിരെ കളക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പറയാൻ ഞാൻ ആളല്ല. സാറും ആളല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനും സാറും ഒരുപോലെ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള തെളിവുകൾ വെച്ച് മാത്രമാണ് ഇതിനെ വിശകലനം ചെയ്യുന്നത്. ആ വിശകലനങ്ങളുടെ അടിസ്ഥാനത്തിൽ 120B എന്ന് പറയുന്ന സെക്ഷൻ അട്രാക്ട് ചെയ്യത്തക്ക വിധത്തിലേക്കുള്ള ഒരു മാധ്യമ പുറത്തുവിടലുകൾ, മാധ്യമ വാർത്തകൾ ഇതുവരെ ദിലീപിനെതിരെ ഉണ്ടായിട്ടില്ല എന്നുള്ള വാദഗതിയിലാണ് ഞാൻ രാംകുമാർ സാറിനെ. വിപ്ലവമായിട്ടുള്ള ചർച്ചകൾ മാത്രമേ നടക്കൂ. അതെ, തീർച്ചയായും 120B അട്രാക്ട് ചെയ്യണമെങ്കിൽ എന്ന്, എപ്പോൾ, എവിടെ വെച്ച്, എങ്ങനെ എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ വിശദീകരണം പ്രോസിക്യൂഷന് നൽകാൻ കഴിയണം. ഇതുവരെയുള്ള മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ തീർച്ചയായും 120B എന്ന് പറയുന്ന സെക്ഷൻ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല ഈ പ്രതിക്കെതിരെ അട്രാക്ട് ചെയ്യുമെന്ന്. നേരെ മറിച്ച് ഇപ്പോഴും പോലീസ് എല്ലാ കാര്യങ്ങളും തുറന്നു വിട്ടിട്ടില്ല. ഈ ചർച്ചകളുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇതിൽ ആദ്യം ഈ ആരോപണം ഉന്നയിക്കേണ്ട ആളെന്ന് പറയുന്നത് പീഡിപ്പിക്കപ്പെട്ട വ്യക്തിയാണ്. ഇത് സർക്കാർ ഒരുപക്ഷെ ഒരു ഇച്ഛാശക്തി കാണിച്ച ഒരു കേസാണ്. കാരണം തീർച്ചയായും അത് ഒരുപക്ഷെ മാറി നിന്ന് വിയോജിച്ച സർക്കാർ, രാഷ്ട്രീയമായ വിയോജിപ്പ് രേഖപ്പെടുത്തിയ ആളുകൾ പോലും ഒരുപക്ഷെ ഈ സർക്കാരിന്റെ ഇച്ഛാശക്തി അംഗീകരിച്ചിട്ടുണ്ട്. ആ ഒരു കേസിൽ ഇത്തരത്തിലുള്ള പഴുതുകൾ ഇല്ലാതെ എല്ലാ തരത്തിലും അടച്ചുള്ള, കാരണം ഇത് ആരാണ് പ്രതി, ആരാണ് പ്രതിക്ക് വേണ്ടി വാദിക്കാൻ വരുന്ന അഡ്വക്കേറ്റ്, ഇതൊക്കെ എന്തായാലും ഒരു ബോധ്യം കാണുമല്ലോ പ്രോസിക്യൂഷന്. ആ രീതിയിൽ നോക്കുമ്പോൾ അങ്ങനെയുള്ള പഴുതുകൾ തുറന്നിടുമോ? താങ്കൾ അങ്ങനെയുള്ള പഴുതുകൾ തുറന്നിടുമോ എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോഴാണ് ഇതിലെ വിക്ടിം പുറത്തുവിട്ട ഒരു കത്ത്, അത് വളരെ മെറ്റീരിയലാണ്. അതായത് രാംകുമാർ സൂചിപ്പിക്കുന്നത് പോലെ ഈ ഒന്നാം പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അതിലൊരു വ്യക്തമായ ഒരു അന്വേഷണം പോലും നടത്താതെയാണ് കേസ് കൈകാര്യം. തീർച്ചയായും കാരണം ആ വിക്ടിം പുറത്തുവിട്ട കത്തിൽ ഒരു സ്പെസിഫിക് അലിഗേഷൻ ഈ നടനെതിരെ ഇല്ല. ഈ നടനെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ, നിരപരാധിയാണെങ്കിൽ വെറുതെ വിടട്ടെ എന്നാ പറയുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആ വിക്ടിമിന് പോലും സ്പെസിഫിക്കായി ഒരാരോപണം ഈ നടനെതിരെ ഉന്നയിക്കാൻ കഴിയുന്നില്ല. അത് തീർച്ചയായും ഈ പ്രോസിക്യൂഷന്റെ ഒരു വലിയ പോരായ്മയായിട്ട് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. ശ്രീ ബൈജു കൊട്ടാരക്കര, അതായത് അഡ്വക്കേറ്റ് പ്രിജു ഒരു പക്ഷേ അദ്ദേഹം ഏതൊരു പക്ഷം പിടിച്ചല്ല, പുറമേ നിന്ന് നിയമം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അത് മുന്നോട്ട് വയ്ക്കുന്ന ആശങ്കകളാണ്. ഒരു ചെറിയ ആശങ്കകൾക്ക് പോലും നമ്മൾ വലിയ വില പല കേസുകളിലും പല ഉന്നത കോടതികളിലൊക്കെ എത്തിയപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ കേസിൽ അങ്ങനെ ഉണ്ടാകരുത്, അത്രത്തോളം ഇച്ഛാശക്തി സർക്കാർ പ്രകടിപ്പിച്ച, അല്ലെങ്കിൽ നമ്മുടെ അന്വേഷണ സംഘം പ്രകടിപ്പിച്ച ഒരു കേസാണ്. സമൂഹം കൊടുക്കുന്ന വലിയൊരു പ്രാധാന്യം ഈ കേസിനുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇനിയും പലതും പുറത്തേക്ക് വരേണ്ടതുണ്ടോ? പല ശക്തമായ തെളിവുകൾ താങ്കൾ എങ്ങനെയാണ് അനുമാനിക്കുന്നത് ശ്രീ ബൈജു കൊട്ടാരക്കര? കാരണം തുടക്കം മുതൽ ശ്രീ ജോർജ് ജോസഫിനെ പോലെ അതേ തലത്തിൽ സമൂഹം അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ കേസിൽ ഏത് രീതിയിലാണോ ആത്മാർത്ഥമായി ഇടപെട്ടുള്ളത്, ആ വ്യക്തി എന്ന നിലയിൽ കൂടി ചോദിക്കുകയാണ്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഈ കേസിൽ ഇനിയും ഒരുപാട് കണ്ണികൾ പുറത്തു വരാനുണ്ട്. ആ പുറത്തു വരാനുള്ളത് തെളിവുകൾ മാത്രമല്ല. തെളിവുകൾക്ക് തന്നെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അപ്പുണ്ണിയുടെ കാര്യത്തിലൊക്കെ കിടക്കുകയാണല്ലോ. അപ്പുണ്ണി പിടിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ അപ്പുണ്ണിയെ കസ്റ്റഡി എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് തെളിവുകൾ അപ്പുണ്ണി വഴിക്കുള്ള ആ ഫോൺ കോൾസിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനൊരു നിയമവിദഗ്ധനൊന്നുമല്ല. അതുപോലെ തന്നെ
സിനിമയിലെ വേറെ ചില കാര്യങ്ങൾ കേട്ട് കിടപ്പുണ്ട്. ഇപ്പം നമ്മൾ തന്നെ ഇന്നൊക്കെ ചില ഓൺലൈൻ പത്രങ്ങളിലൂടെയൊക്കെ, ഓൺലൈൻ പത്രങ്ങൾ പറയുന്നതെല്ലാം ശരിയാണോന്ന് എനിക്കറിയില്ല, എങ്കിൽ പോലും ഓൺലൈൻ പത്രങ്ങളിലൊക്കെ ഇതിനു മുമ്പ് ഇദ്ദേഹം കൊട്ടേഷൻ കൊടുത്തൊരു കേസുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കണ്ടു. അതൊക്കെ തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഈ സിനിമയിൽ ഞാൻ പറഞ്ഞില്ലേ, സിനിമയിൽ അതായത് ശ്രീ ബൈജു കൊട്ടാരക്കര, നമുക്ക് വ്യക്തമായി പറഞ്ഞു പോകാം. ശ്രീ ബൈജു കൊട്ടാരക്കര, അതായത് ഒരു നടി, അതായത് ഒരു നിർമ്മാതാവ് ഒരു കേസുമായി, പ്രമാദമായ ഒരു പെൺവാണിഭ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ നിലനിൽക്കുന്നു. അങ്ങനെ ഒരു നിർമ്മാതാവ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു നടിയെ ഇത് സമാനമായ രീതിയിൽ അതിലൊരു നേരത്തെ തന്നെ പൾസറുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഈ നടി ഒരു പക്ഷേ നടിയുടെ മൊഴി എനിക്ക് കിട്ടുന്ന ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാളെയൊക്കെ ഒരു പക്ഷേ ആ മൊഴികൾ, രേഖകൾ നിയമതലത്തിലേക്ക് വന്നേക്കാമെന്നാണ് കേൾക്കുന്നത്. അതിനൊക്കെ ഇത് ഒരു ഹിയർസേ മാത്രമാണോ? ശ്രീ ബൈജു കൊട്ടാരക്കര സിനിമയിൽ നിന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ ഒരു പക്ഷേ ഞങ്ങളിൽ നിന്നും അപ്പുറത്തേക്ക് സിനിമയിൽ നിന്നുള്ള രഹസ്യങ്ങൾ അറിയുന്ന വ്യക്തി കൂടിയാണ്. ആ നിലയിൽ ഇത്തരം ഓൺലൈൻ മാധ്യമങ്ങൾ പുറത്തേക്ക് വിട്ടായാലും ശരി, അതിനൊക്കെ ഒരു വിശ്വാസം താങ്കൾ എങ്ങനെ നൽകുന്നു? അല്ല, ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ഇപ്പൊ ഈ ഒരു കേസ് വെളിയിൽ വന്നു കഴിഞ്ഞപ്പോഴാണല്ലോ ഈ പഴയ കാര്യങ്ങളെല്ലാം പൊങ്ങി വരുന്നത്. ഈ പൾസർ സുനി എന്ന് പറഞ്ഞ ഈ ക്രിമിനല് നേരത്തെയും ഇതേ സമാന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തതിൽ ഒരു നിർമ്മാതാവാണ് കൂട്ടുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. അതിപ്പം താങ്കൾ തന്നെ പറഞ്ഞു, നാളെ മറ്റന്നാളെ ചിലപ്പോൾ ഇതിന്റെ മൊഴിയെടുക്കലും കാര്യങ്ങളൊക്കെ നടന്നേക്കാന്നൊക്കെ പറയണു. അതിൻ്റെ ഒന്നും സത്യാവസ്ഥയെക്കുറിച്ച് എനിക്കറിയില്ല. കാരണം എങ്കിലും ഞാൻ പറയുകയാണ്, അങ്ങനത്തെ ഒരു ആരോപണം പൊങ്ങി വരണമെങ്കിൽ, അല്ല അങ്ങനത്തെ ആരോപണം ഉന്നയിക്കണമെങ്കിൽ വെറുതെ നടക്കുന്ന ഒരാളുടെ പേരിൽ ആരോപണം ഉന്നയിക്കില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു കഴമ്പുണ്ടാവുമല്ലോ അതിൽ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നമ്മൾ തന്നെ നേരത്തെ കാണാം, ഈ കവിയൂർ കേസിലും കിളിരൂർ കേസിലും ഒക്കെ ഒരു നിർമ്മാതാവിന് പങ്കുണ്ടായിരുന്നു എന്നും അത് പിന്നെ കുറച്ച് ഇഷ്യൂസൊക്കെ അന്നുണ്ടായിരുന്നതാണെന്ന് പത്രമാധ്യമങ്ങളെല്ലാം നമ്മൾ വായിച്ചാണ്. അതേപോലെ തന്നെ ഹവാലയുടെ വാർഡിൽ ബന്ധപ്പെട്ട ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെയും സംവിധായകനെയും കുറിച്ചൊക്കെ നമ്മൾ പത്രങ്ങൾ അതും കണ്ടതാണ്. അപ്പോൾ അതൊക്കെ ഇതെല്ലാം ആ സമയങ്ങൾ വരും മാഞ്ഞു പോയി അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞത് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരാണോ ഈ ഇപ്പം ഇതിനകത്ത് സംശയിക്കപ്പെടുന്ന നിർമ്മാതാവ് ആരാണോ ആ നടിയുടെ മൊഴി, ആ നടി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നടിയുടെ മൊഴി എടുത്തിട്ട് ആ നിർമ്മാതാവ് ആരായാലും അയാളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ആളുകളെ സിനിമയിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഒരു മിനിറ്റ് പോലും, ഒരു നിമിഷം പോലും വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. സിനിമയെന്നല്ല, കേരള സമൂഹത്തിൽ ഇങ്ങനെയുള്ള ആളുകളുടെ ആവശ്യമില്ല. കാരണം ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്രയും നീച പ്രവർത്തികളാണ്. അതിനെയാണ് ചില ആളുകൾ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേൾക്കുമ്പോഴാണ് നമുക്ക് സങ്കടം തോന്നുന്നത്. മടങ്ങിയെത്ത ശ്രീ ശാന്തിവിള ദിനേശൻ, അതായത് താങ്കൾ ഇനിയും ന്യായീകരിക്കുകയാണോ എന്ന ചോദ്യമാണ് ഒരു പക്ഷേ പരോക്ഷമായി ബൈജു കൊട്ടാരക്കര ചോദിക്കുന്നത്. ഈ ദിനത്തിലെ ഈ കേസിൻ്റെയൊക്കെ കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ അഡ്വക്കേറ്റ് രാംകുമാർ പറയുന്നത് പോലെ, ആ പക്ഷം ആരോപിക്കുന്നത് പോലെ, അല്ലെങ്കിൽ സ്വാഭാവികമായി അദ്ദേഹത്തിന് പറയാനുള്ള അവകാശമുണ്ട്, അത് ആ നിയമതലത്തിൽ ചില പഴുതുകൾ ഉണ്ട് എന്ന് താങ്കളും കാണുകയാണോ? എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്, ഞാനൊരു പക്ഷത്തിൻ്റെ ആളല്ല. ഞാൻ ഇവിടെ വന്ന 23 ദിവസമായിട്ടും പറയുന്നത്, കോടതി ശിക്ഷിക്കുന്നത് വരെയെങ്കിലും അയാളെ ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ പ്രതിയാക്കരുതെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എനിക്ക് തോന്നിയ, എൻ്റെ ഒരു കോമൺ സെൻസ് വെച്ച് എനിക്ക് തോന്നിയൊരു കാര്യം, ഇപ്പോൾ ഒരുപാട് പഴുതുകൾ എനിക്ക് കോടതി നിയമങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് ചിലപ്പോൾ ഞാൻ പറയുന്ന മണ്ടത്തരമായിരിക്കാം. 13 മണിക്കൂർ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ദിലീപിനെ, നാദിർഷായെ, അപ്പുണ്ണിയെയൊക്കെ വിളിച്ചു വരുത്തിയ സമയത്ത് ഈ ഫോണുകൾ അന്ന് ഇതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം, നിങ്ങൾ ഈ ഫോണൊന്നും ഇവിടെ വച്ചിട്ട് പോകുമെന്ന് പറയാനുള്ള നിയമം ഉണ്ടോ എന്ന് എനിക്കുണ്ടോ, വാങ്ങി വയ്ക്കാമായിരുന്നു. അത് കഴിഞ്ഞ് ഇയാൾ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ അന്ന് രാവിലെ വിളിച്ചുകൊണ്ട് പോയിട്ട് വൈകുന്നേരമാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ഏതാണ്ട് 14 മണിക്കൂർ കൈവശം ഉണ്ടായിരുന്നിട്ടും ഈ ഫോൺ വാങ്ങിയില്ല. അപ്പോൾ എനിക്ക് തോന്നിയത് രാംകുമാർ സാർ പറയുന്നതാണ് കറക്റ്റ്. കാരണം ഇനി ഇതിൽ ഒരു സിം ഇട്ടിട്ട്, അല്ലെങ്കിൽ ഒരു കാർഡ് ഇട്ടിട്ട്, മെമ്മറി കാർഡ് ഇട്ടിട്ട്, ഇത് മറ്റവൻ്റെ കാർഡ് ഇതാ ഇതിലിരിക്കുന്നു എന്ന് പറഞ്ഞ് പിടിപ്പിക്കുന്നു തോന്നിയോണ്ടായിരിക്കണം. ശ്രീ ജോർജ് ജോസഫ്, അങ്ങനെ ഒരു ഗൂഢാലോചന നടത്തേണ്ട ആവശ്യമുണ്ടോ ശ്രീ ജോർജ് ജോസഫ് ആർക്കെങ്കിലും? ആർക്കും അങ്ങനെ ഒരു ഗൂഢാലോചന നടത്തണ്ടേ? പോലീസിനെ ആവശ്യിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ രാജ്യത്ത് പിന്നെ പോലീസിന്റെ ആവശ്യമില്ലല്ലോ. ഓരോരുത്തർ തോന്നിയാൽ അതൊന്നും സാരമില്ല. അല്ലല്ല, അതൊന്നും സാരമില്ല. അതൊക്കെ ആയിക്കോട്ടെ, അതല്ല ആയിക്കോട്ടെ. എന്നാൽ ഇതിനകത്ത് ആ കുട്ടിയെ പീഡിപ്പിച്ചില്ല എന്നും വരുന്നില്ല. ഇതിനകത്ത് പൾസർ സോണിയുടെ ശ്രീ ശാന്തിപിള്ള, അതായത് ഇനിയും പലരും നമ്മൾ കേട്ടുകേഴ്വികളോ അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ മാത്രമേ ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കേൾക്കും. താങ്കൾ ഈ വിശ്വസിക്കുന്ന, ഈ പ്രകടിപ്പിക്കുന്ന, ഈ നിമിഷം വരെ പ്രകടിപ്പിക്കുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്, ഗൂഢാലോചന അല്ലെങ്കിൽ ദിലീപിനെ കൊടുക്കുക, അത് താങ്കൾ ഏത് അടിസ്ഥാനത്തിലാണ്, ഏത് ഘടകങ്ങൾ നിരത്തിയാണ് പറയുന്നത്? ഈ 0 നിന്ന് തുടങ്ങി ഇതുവരെ എത്തിയ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയ ഒരു മനുഷ്യൻ ഇങ്ങനെ സെൻട്രൽ ജയിലിൽ കിടക്കാൻ വേണ്ടിയുള്ള കുൽസിതമായ ഇത്തരം പണികൾ ചെയ്യും. ആർക്ക് സിനിമയിലെ അതേ ഒരു പക്ഷേ ആ രീതിയിലുള്ള സംഘർഷത്തിന്റെ ഭാഗമാണോ ഇത്?
അല്ല, സംഘർഷത്തിൻ്റെ ഭാഗമൊന്നുമല്ല. അയാൾക്ക് ഒരുപാട് എതിരാളികളുണ്ട്, ഒരുപാട് ശത്രുക്കളെ ആവശ്യത്തിലധികം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരാളാണ്. അത് ഈ വളർച്ചയുടെ ഭാഗമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇതാ ഇപ്പോൾ ഒരു നിർമ്മാതാവിൻ്റെ കാര്യം പറയുന്നു. ഇനി ആ നിർമ്മാതാവ് ഒരു നടിയെ പീഡിപ്പിച്ചു എന്തോ ഉള്ള ഒരു കേസാണല്ലോ, അതുമൊക്കെ ഇയാളുടെ തലയിൽ വരുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ബൈജു കൊട്ടാരക്കര അങ്ങനെയുണ്ടോ? അങ്ങനെയല്ല, അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ആ നിർമ്മാതാവ് ആരാണെങ്കിലും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അതുകൂടെ കൊണ്ടുവന്ന് ദിലീപിന്റെ തലയിലോട്ട് കെട്ടിവെക്കാനല്ല. ഞാൻ ശാന്തിവിള ഒരു മറുപടി പറഞ്ഞോളട്ടെ. ഹലോ, ഞാൻ ശാന്തിവിള പറഞ്ഞ ഒരു മറുപടി പറഞ്ഞോളട്ടെ. ശാന്തിവിള ഒരു കാര്യം പറഞ്ഞു, ഈ ദിലീപ് 0-ൽ നിന്ന് വന്നു, ആ കോടികൾ ഉണ്ടാക്കി, അങ്ങനെയുള്ള ആളിത് ചെയ്യുമെന്നൊക്കെയാണ് അദ്ദേഹം ചോദിച്ചത്. ശരിയാണ്. ഞാൻ മറിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ ശാന്തിവിള ഇപ്പൊ ചെയ്തത് എന്താ? കേരള പോലീസിനെ മൊത്തം പ്രതികരിച്ച് നിൽക്കുന്ന സംഭവം. കേരള പോലീസ് അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് ഇങ്ങനെ ഒരു കേസ് ഫ്രെയിം ചെയ്തെടുത്താണോ ഇത്രയും ജനപ്രീതിയുള്ള ഒരു നടനെ അറസ്റ്റ് ചെയ്യുക? നമ്മൾ പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള കാര്യമാണ്. ആർക്കെങ്കിലും സാധിക്കുമോ? അത് എന്തെങ്കിലും കളവാണെന്ന് തെളിഞ്ഞാൽ നാളെ കേരള പോലീസിന് മുഖമുണ്ടാവുമോ? അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റിന് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? അതിനാണ് എനിക്ക് പറയാനുള്ളത്. പെൻഷനായി പോയ സെൻകുമാർ എന്ന് പറഞ്ഞ ആൾ പോകുന്നതിൻ്റെ അന്ന് പറഞ്ഞത്, ഇവിടെ 13 മണിക്കൂറൊക്കെ നടത്തിയ ഈ നാടകങ്ങളൊക്കെ വെറുതെയാണ്. എൻ്റെ കിട്ടിയ ഫയലിൽ ഒരു കേസിൽ പോലും അയാളെ കുരുക്കാവുന്ന ഒരു തെളിവുമില്ല എന്ന് പറഞ്ഞത് ഞാനല്ല, കേരളത്തിൻ്റെ DGP ആയിരുന്ന ആളാണ്. അപ്പോൾ ഒരു DGP പോകുന്നതിന് മുമ്പ് എൻ്റെ കിട്ടിയ ഫയലുകളിലൊന്നും ഇതില്ല. ഈ 13 മണിക്കൂർ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് മുഴുവൻ ADGP സന്ധ്യയുടെ നാടകമാണ്. അതിന് മുമ്പുള്ള പറയൂ, ആദ്യം മുമ്പുള്ള പറയൂ. ആദ്യം മുമ്പുള്ള പറയും. സെൻകുമാർ പറഞ്ഞതിന് മറുപടി പറയും. ഈ സെയിം അല്ല രതീഷേ, ഈ സെൻകുമാർ എന്ന് പറഞ്ഞ DGP ഈ 19 ദിവസം അദ്ദേഹം സർവീസിലിരുന്ന സമയത്ത് ഈ പല ഫയലുകളും അയാളെ എനിക്ക് തോന്നുന്നു മനഃപൂർവ്വമായിട്ട് തന്നെ ഗവൺമെന്റ് ഭാഗത്ത് കാണിക്കായിരുന്ന സംശയമുണ്ട്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കാര്യം എന്താ? ഇദ്ദേഹം പുറത്തിറങ്ങി പറഞ്ഞ എന്താ? ആർക്കും ഇതൊരു തെളിവില്ല. പിന്നെ പുള്ളി പോയ എവിടെയാണെന്നറിയാമോ? BJPയുടെ അതോ മറ്റേ സംഘപരിവാറിന്റെ ഒരു മീറ്റിങ്ങിനായിട്ട് അയാൾ പോയത്. അദ്ദേഹം പറഞ്ഞതിനകത്തും വലിയ വില കൽപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹം അന്നേ വരെ സൃഷ്ടിച്ചു വെച്ച ഒരു പുകമറയുണ്ടല്ലോ, ഇറങ്ങിയതിനു ശേഷം എന്താണെന്നുള്ളത് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും മനസ്സിലായതാണ്. അതുകൊണ്ട് DGP സെൻകുമാറിനെ ഒന്നും ന്യായീകരിച്ചുകൊണ്ടൊന്നും മുമ്പോട്ട് പോയിട്ട് അതിനകത്ത് വലിയ കഥയൊന്നുമില്ല. അന്വേഷണം അതിന്റെ ശരിയായ ദിശയിൽ തന്നെ പോകുമെന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് ഞങ്ങൾ എല്ലാവരും. ബാബു, അങ്ങനെ ഒരു ഫ്രെയിമിങ് ശ്രീ ശാന്തിവിളയ്ക്ക് അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാനുള്ള തലം ഉണ്ടോ? അങ്ങനെ ഒരു പക്ഷേ ഈ കേസുമായിട്ട് പരിശോധിക്കുമ്പോൾ അല്ല, ആദ്യഘട്ടത്തിൽ ദിലീപ് എന്ന് പറയുന്ന ആൾ ഇതിനകത്ത് ഇൻവോൾവ് ആണോ അല്ലയോ എന്ന നിലയ്ക്കുള്ള അയാളുടെ ജനപ്രിയത കൊണ്ട് ഉള്ള സന്ദേഹങ്ങൾ ഉണ്ടായിരുന്നു. ആ കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു. ശാന്തിവിള ദിനേശ് മനസ്സിലാക്കേണ്ടത് ആ സ്റ്റേജൊക്കെ താണ്ടുകയും അറസ്റ്റ് ചെയ്യുകയും അറസ്റ്റിന് ശേഷം പ്രാഥമിക കോടതി ഉണ്ടല്ലോ, മജിസ്ട്രേറ്റ് കോടതി ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാതിരുന്ന സമയത്ത് പുറപ്പെടുവിച്ച ഒരു നിരീക്ഷണമുണ്ട്. ആ നിരീക്ഷണം പുറത്തേക്ക് വന്നിട്ടുണ്ടല്ലോ ഇപ്പം. അതിനകത്ത് പറയുന്ന ഈ തരത്തിലുള്ള ആളുകൾക്ക് ജാമ്യം കൊടുത്താൽ അപകടകരമായിരിക്കുമെന്ന് മജിസ്ട്രേറ്റ് പറയുന്നെങ്കിൽ അദ്ദേഹം റിമാൻഡ് റിക്വസ്റ്റ് മാത്രമല്ല നോക്കിയിരിക്കുന്നത്, മറിച്ച് കേസ് ഡയറി നോക്കിയിരിക്കുന്നു എന്നാണല്ലോ അതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കേസ് ഡയറി കൂടി നോക്കിയിട്ടാകണം മജിസ്ട്രേറ്റ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. സത്യത്തിൽ രാംകുമാറിനെ പോലെ ഉന്നത നിലവാരമുള്ള ഒരു സീനിയർ അഡ്വക്കേറ്റ് ഒരു മജിസ്ട്രേറ്റ് കോടതിയിൽ പോകേണ്ട കാര്യമേ ഉണ്ടായിരുന്നില്ല. അത് ഇപ്പോൾ അദ്ദേഹത്തിന് ആർജിച്ചിട്ടുള്ള ഒരു വലിപ്പമുണ്ടല്ലോ, അത് താഴേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. കോടതി ചെറുതായതുകൊണ്ടൊന്നുമല്ല, അദ്ദേഹത്തിന് ധാരാളം സബോർഡിനേറ്റ്സ് മതി. ശ്രീ അഡ്വക്കേറ്റ് പ്രിജി സൂചിപ്പിക്കുന്ന ചില സംശയങ്ങളുണ്ട്. അത് നമ്മൾ അദ്ദേഹം സൂചിപ്പിച്ചെന്താ, ഞാനത് കൃത്യമായി പറയാം. അദ്ദേഹം പറയുന്നത് ഇതിനു മുമ്പ് എങ്ങനെ, എവിടെ വെച്ച്, എപ്പോൾ, ആര്, ഈ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണമല്ലോ. കോൺസ്പിറസിയുടെ കാര്യത്തിൽ അവർക്ക് കഴിയുന്ന മാതിരി പ്രോസിക്യൂഷൻ പറഞ്ഞൊരു ഉത്തരം പറഞ്ഞിട്ടുണ്ട് വക്കീലെ. 2013 മുതൽ 4 സ്ഥലങ്ങളിൽ വെച്ച് ഇരുവരും ചേർന്ന് ഗൂഢാലോചന നടത്തി. അതിനവർക്ക് ലഭ്യമായ തെളിവുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പൊതുസ്ഥലങ്ങൾ തന്നെയാണ്. അതിന് പറ്റുന്ന സാക്ഷികളെ അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഹോട്ടലിലാണെങ്കിൽ ഹോട്ടലിലെ സാക്ഷികൾ, അല്ലെങ്കിൽ വേറെ സാക്ഷികൾ. മറ്റൊന്ന്, ദിലീപിന് നൽകാനൊരു കത്ത് ഈ പൾസർ സുനി തന്നെയാണ് കൊടുത്തയച്ചിരിക്കുന്നത്. ദിലീപിനെ കുറിച്ച് മെൻഷൻ ഉണ്ട് ആ കത്ത്. ഇറ്റ് ഈസ് ഇൻറ്റൻഡ് ടു റീച്ച് ദിലീപ്. അതാണ് അതിൻ്റെ പാലം. ആ നിലയ്ക്ക് ഡയറക്റ്റായിട്ട് ഇൻവോൾവ്മെന്റ് വരുന്ന കത്ത്, അത്തരം സംഭവങ്ങളുണ്ട്. ആ സംഭവങ്ങൾ ഒന്നുമില്ല. ഞാൻ പറയട്ടെ രാംകുമാർ പറഞ്ഞു 19 നിദാനങ്ങളെ കുറിച്ച് പറയണ്ട, ഒരു 8 9 ഉണ്ട്. ഒരെണ്ണം മതിയല്ലോ. ഈ സ്റ്റേജിൽ ഒരെണ്ണം മതി അല്ലേ? വിചാരണ സ്റ്റേജ് ഒന്നും ആയിട്ടില്ലല്ലോ.
ഈ സ്റ്റേജിലെ അന്വേഷണത്തിന് അയാൾ തടവിലിരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് ഇവർക്ക് വാദിക്കാൻ ഒരെണ്ണം മതി. 8-9 ഉണ്ടെന്ന് രാംകുമാർ തന്നെ പറയുന്നു. പിന്നെ എന്തർത്ഥമാണ് അവിടെ ഒരു സംശയം ഒരു പക്ഷേ അഡ്വക്കേറ്റ് പ്രിജി? അല്ല, ഇതിനകത്ത് എനിക്കൊരൊറ്റ ചോദ്യമേ ഇവരോട് രണ്ടുപേരോടും ചോദിക്കാനുള്ളൂ. ഞാൻ ഒരു പക്ഷത്തിൻ്റെ ആളല്ല. ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടണം, അതിനകത്ത് തർക്കമൊന്നുമില്ല. ആ വിക്ടിമിന് നീതി ലഭിക്കണം, അതിനകത്തും തർക്കമില്ല. പക്ഷേ ഭാസുരേന്ദ്ര ബാബു സാറും ഈ വളരെ വളരെ വർഷങ്ങൾ പോലീസ് ജോലി ചെയ്തിട്ട് റിട്ടയർ ചെയ്ത അദ്ദേഹമാണ് അപ്പുറത്തിരിക്കുന്നത്. ഇദ്ദേഹവും കൂടെ ശ്രീമാൻ ജോർജ് ജോസഫും ഉത്തരം പറയേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ ബ്രൂട്ടലായിട്ടുള്ള ഒരു റേപ്പ് കേസിനകത്ത് കുറ്റം ആരോപിക്കപ്പെട്ട് അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുമ്പോൾ മജിസ്ട്രേറ്റ് ഇത്രയും ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ജാമ്യം കൊടുത്ത ഒരു കേസ് കേരളത്തിൽ ചൂണ്ടിക്കാണിക്കും. അദ്ദേഹത്തിൻ്റെ സർവീസ് ജീവിതത്തിനിടയിൽ ഒറ്റ കേസ് കാണത്തില്ല. അത് ദിലീപ് എന്നുള്ളതല്ല വിഷയം. എക്സ് ഓർ വൈ ആരാണെങ്കിലും ഇത്രയും നികൃഷ്ടമായ ഒരു കുറ്റവും ആരോപിക്കപ്പെട്ടുകൊണ്ട് ഒരു പ്രതി കോടതിയുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ, ഞങ്ങളൊക്കെ സജീവമായി കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഈ തരത്തിലുള്ള ഒഫൻസുകൾ ബെയിൽ ആപ്ലിക്കേഷൻസ് ഫയൽ ചെയ്യുന്ന അഭിഭാഷകരാണ്. ഞങ്ങളൊക്കെ ഈ തരത്തിലുള്ള പ്രതികൾ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞങ്ങൾ പറയുന്നത് ഈ അടുത്ത കാലത്തൊന്നും ജാമ്യം പ്രതീക്ഷിക്കേണ്ട, കുറച്ച് നാൾ കിടക്കേണ്ടി വരും. ഇത് തന്നെയായിരിക്കും രാംകുമാർ സാറും ദിലീപിനോട് പറഞ്ഞിട്ടുള്ളതിൽ നിന്നുള്ളതിൽ യാതൊരു തർക്കവും വേണ്ട. ഇനി ഇവരെങ്ങനെയൊക്കെ അനലൈസ് ചെയ്താൽ എങ്ങനെയൊക്കെ പറഞ്ഞാൽ താങ്കൾ കാണുന്ന ഇവർ പക്ഷേ ഈ ചോദ്യം പറയട്ടെ, ചോദ്യമാണ് വേണ്ടത്. താങ്കൾ പറയുന്ന ഒരു പക്ഷേ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇതിനകത്ത് വളരെ ഒരു പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് ഇതൊരു സാമാന്യവൽക്കരണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ബെയിൽ ആപ്ലിക്കേഷന്റെ ഹിയറിംഗ് ആണ് ഇപ്പൊ നടക്കുന്നത്. ഇതിനെ ഇങ്ങനെ കൂലങ്കഷമായി വിശകലനം ചെയ്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തള്ളുന്ന ഒരവസ്ഥയിലേക്ക് ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ എത്തിയിട്ടില്ല. വിചാരണ ഘട്ടത്തിലേക്ക് ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ താങ്കൾ പറഞ്ഞ ഫസ്റ്റ് ഫേസ് ആയിരിക്കാം ഒരു പക്ഷേ. ഈ കേരളത്തിൽ ഇത്രയും നികൃഷ്ടമായ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ട ഒരു സംഭവം ഒരുപക്ഷെ ഉണ്ടായി കാണില്ല. ഒരു പൊതു നിരത്തിൽ ഒരു മെട്രോപൊളിറ്റൻ സിറ്റിക്ക് നടുക്ക് ഇത്രയും ഭീതിതമായ രീതിയിൽ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട കേസ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അത്രയും വേണ്ട സാറേ, അത്രയും വേണ്ട ജാമ്യം കൊടുക്കാൻ. ഇന്ന് ഈ നടൻ കസ്റ്റഡിയിലായിട്ട് എത്ര ദിവസമായി? വളരെ കുറച്ച് വിരലിലെണ്ണാവുന്ന ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ഏത് മജിസ്ട്രേറ്റ്, ഏത് ജില്ലാ ജഡ്ജി, ഏത് ഹൈക്കോടതി ജഡ്ജിയാണ് ഇത്രയും ബ്രൂട്ടലായിട്ടുള്ള ഒരു 376 കേസിനകത്ത് ഉൾപ്പെട്ട ഒരു പ്രതിക്ക് ഈ ഘട്ടത്തിൽ ജാമ്യം കൊടുത്തിട്ടുള്ളത്? അതൊരു സാമാന്യവൽക്കരണത്തിന്റെ ദിലീപ് എന്നുള്ള ബ്രിജ് പറഞ്ഞതിന്റെ ഒരു കാര്യമുണ്ട്. അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഈ ഒരു ലോവർ കോടതിയിൽ 3 വർഷം വരെ ശിക്ഷയ്ക്ക് വിധേയനാകുന്നവർക്ക് മാത്രമേ ജാമ്യം കൊടുക്കാൻ അധികാരമുള്ളൂ. ഈ കേസിനകത്ത് ഒരു ലൈഫ് ഇംപ്രിസ്മെൻ്റ് ഉള്ള അല്ലെങ്കിൽ ഒരു റേപ്പ് കേസിലെ പ്രതിക്ക് ജാമ്യം കൊടുക്കാനായിട്ട് യാതൊരു അധികാരവുമില്ല, മജിസ്ട്രേറ്റിനില്ല. ഞാൻ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. അത് ഡിസ്ചാർജ് ചെയ്യാൻ ഒരു ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ, അത് ഇതിനകത്ത് എവിഡൻസ് ഇല്ലെങ്കിൽ മാത്രമേ അല്ലാതെ ഒന്നുമില്ല. അത് രാംകുമാർ സാർ എന്തുകൊണ്ടത് മനസ്സിലാക്കിയില്ല? എല്ലാവരും ധരിച്ചിരിക്കുന്നത് ഇവിടെ ജാമ്യം കിട്ടും. ഇല്ല, ഇവിടെ ജാമ്യം കോടതിയിൽ പോകണമെന്ന് തീരുമാനിക്കുന്നത് ബഹുമാന്യനായ അദ്ദേഹമാണ്. രാംകുമാർ സാർ ഏത് കോടതിയിൽ പോകണം? രാംകുമാർ സാറിന് മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹത്തിന് മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ ഇവർ രണ്ടുപേരോടാണോ തീരുമാനിക്കുന്നത് രാംകുമാർ സാർ ഏത് കോടതിയിൽ പോകണമെന്ന്? അല്ലല്ല, ഇവിടെ വിഷയം അതല്ല. നിങ്ങൾ അല്ല ശ്രീ ജോർജ് ജോസഫ്, വിഷയം രാംകുമാർ പോയോ അല്ലെങ്കിൽ രാംകുമാർ അതല്ല വിഷയം. നമ്മുടെ ഇവിടെ ആത്യന്തികമായ വിഷയത്തിലേക്ക് വന്നാൽ ശ്രീ ബൈജു, താങ്കൾ നേരത്തെ പറയാൻ ഒരു പക്ഷേ മുന്നോട്ട് വെച്ചത് പറഞ്ഞോളൂ. അതെ, ഞാൻ പറയാൻ വന്നത് ഈ അഡ്വക്കേറ്റ് പ്രജിയാണെങ്കിലും അഡ്വക്കേറ്റ് രാംകുമാർ ആണെങ്കിലും ആരാണെങ്കിലും ഇവർ വക്കീലന്മാരാണ്. ഇവരുടെ ആവശ്യം എന്താണ്? ഇവരൊരു പ്രതി അല്ലെങ്കിൽ ഒരു വാദിയെ അവർക്ക് അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവരെ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രതി എത്ര വലിയ കൊടുംക്രൂരനാണെങ്കിലും, ഇപ്പം വാദി കള്ളം പറയുവാണെങ്കിലും ശരി,
പ്രതി ക്രൂരനാണെങ്കിലും ശരി, എങ്ങനെയാണെങ്കിലും അവരുടെ ഭാഗം വിജയിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് അഡ്വക്കേറ്റ് രാംകുമാർ സാറ് കുറച്ച് ഫീസ് അധികം മേടിക്കുന്ന പേരുള്ള ഒരു വക്കീലായി പോയി. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് എല്ലാവരും ചെവി ഓർത്ത് നടക്കുന്നത്. അതുകൊണ്ടല്ലേ അദ്ദേഹം ഇന്നലെ 2 ഫോൺ പൊതിഞ്ഞ് അവിടെ മറ്റേ കോടതി പറയട്ടെ, അത് നിയമപരമായി ഈ 2 മൊബൈൽ ഫോൺ കൊടുത്തത് ശരിയാണോ എന്ന് അദ്ദേഹം പറയട്ടെ. അല്ല അത് പരിശോധിക്കേണ്ട ഫോറം ഇതല്ല. അതൊരു നിയമപരമായി മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കി. ആ മജിസ്ട്രേറ്റ് നിയമപരമായി സ്വീകരിച്ചു. സ്വീകരിക്കോ? അത് നിയമപരമായി തെറ്റാണ് കാണിച്ചത്. സംസാരിച്ചാണ് വിവരം. 2 ഫോൺ പൊതിഞ്ഞെടുത്തിട്ട് ആ പ്രതിഭാഗത്തിന്റെ എന്റെ പ്രതിയുടെ കയ്യിലിരുന്ന ഫോണാണ് ഇന്നാ കോടതിയിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു പ്രതിയുടെ വക്കീൽ എന്നെ കൊണ്ട് കൊടുക്കുക. ഇത് ഏത് കാലത്താണ്? അതിനകത്ത് നിയമപരമായി മജിസ്ട്രേറ്റ് സ്വീകരിച്ച നിയമപരമായ ഒരു നടപടിയെ സംബന്ധിച്ച് ഞാൻ അഭിപ്രായം പറയത്തില്ല. നിയമപരമായി ആ മജിസ്ട്രേറ്റ് അദ്ദേഹത്തിന്റെ അധികാരം ഇൻവോക്ക് ചെയ്തത് തെറ്റാണെന്ന് പബ്ലിക് ഫോറത്തിൽ ഇവർക്ക് രണ്ടുപേർക്കും പറയാൻ അധികാരം പറഞ്ഞോട്ടെ. എനിക്ക് അതിനുള്ള അധികാരം അത് നിയമപരമായി മജിസ്ട്രേറ്റ് അതിവിടെ ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുകയും വേണ്ട. അങ്ങനെ ചവച്ചതല്ല വീണ്ടും ചവയ്ക്കേണ്ടത്. ശ്രീ ബൈജു ചവച്ചതല്ല വീണ്ടും ചവച്ചുകൊണ്ടിരിക്കേണ്ടത്. പുതിയ കാര്യങ്ങൾ, ഇത് അന്വേഷണം ഒരുപക്ഷെ ദിശയിലേക്ക് നീങ്ങിയാണ്. പുതിയ കാര്യങ്ങൾ എന്തൊക്കെ ഈ അന്വേഷണ സംഘത്തിന്റെ മുന്നിലേക്ക് വെക്കാൻ കഴിയും? അത് പൊതുസമൂഹത്തിൽ ഈ ചർച്ചകൾ പോലും അതിന് ഒരു ഹേതുവായി മാറണം. ആ രീതിയിലുള്ള താങ്കളുടെ അഭിപ്രായങ്ങൾ? തീർച്ചയായിട്ടും എനിക്കതിനകത്ത് തോന്നുന്നത് ഇപ്പൊ ഇതിനെ സംബന്ധിച്ച് ഇപ്പൊ 2-3 ഡൈവേർഷനിലേക്ക് ഇതിന്റെ അന്വേഷണം വഴിമാറി പോകുന്നുണ്ട്. ഇപ്പോ അത് ഒന്ന് അദ്ദേഹത്തിന് പിന്നെ ദിലീപിനെ ഡി സിനിമാസിനെ സംബന്ധിച്ച് 1-2 ഇഷ്യൂസ് ഒക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇവിടുത്തെ പ്രമുഖമായ പത്രങ്ങളാണ് എഴുതുന്നത്, ഞങ്ങളാരും പറഞ്ഞതല്ല. അതിനുശേഷം ഇപ്പൊ ഒരു നിർമ്മാതാവും മറ്റൊരു നടിയുമായിട്ട് ഈ സെയിം സുനിൽകുമാർ കൊട്ടേഷൻ കൊടുത്തു എന്ന് പറഞ്ഞൊരു ആരോപണം പൊങ്ങി വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ സിനിമയിൽ, അതുപോലെ വസ്തുവിടപാടുകൾ ഒരുപാട് വരുന്നുണ്ട് സിനിമയിൽ. അപ്പൊ ഈ സ്ഥലങ്ങൾ ഇത് ഗവൺമെന്റ് കൂട്ടുനിന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതിന് ചില രാഷ്ട്രീയക്കാർ കൂട്ടുനിന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഇതെല്ലാം സിനിമക്കാരെ ബേസ് ചെയ്ത് അന്വേഷണ വിധേയമാക്കേണ്ട കാര്യങ്ങളാണ്. കാരണം സിനിമയൊന്ന് ശുദ്ധീകരിച്ചെടുക്കണം. സിനിമയൊന്ന് ശുദ്ധീകരിച്ചെടുത്തിട്ട് സിനിമയ്ക്കുള്ളിലുള്ള തൊഴിലാളികൾക്ക് ആത്മാർത്ഥമായിട്ട് അവർക്ക് ജോലി ചെയ്യുന്നവർക്ക് അവരെ ശമ്പളം കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ സുഗമമായിട്ട് മുമ്പോട്ട് പോകണമെങ്കിൽ ഈ മാതിരിയുള്ള ക്രിമിനലുകളെ സിനിമയിൽ നിന്ന് അകറ്റി നിർത്താൻ നടക്കില്ല പ്രജി. അതുകൊണ്ട് അതാണ് വേണ്ടത്. അതാണ് ആദ്യം ചെയ്യേണ്ടത്. കറുപ്പ് നീങ്ങണം. അതിന് ഒരുപക്ഷെ ഈ ഒരു സംഭവം ദുഃഖത്തോടു കൂടി ഒരു കാരണമാകണം. കൊടും കുംഭകോണത്തിന്റെ കഥകൾ പോലും ഒരുപക്ഷെ ഇനിയും പുറത്തേക്ക് വരേണ്ടതുണ്ടെന്നാണോ? അല്ല, അങ്ങനെ അതിപ്പോൾ ആരായാലും അങ്ങനെയല്ലേ പറയുള്ളൂ. കാരണം സിനിമയെന്നല്ല, സമൂഹമേ ശുദ്ധീകരിക്കണമെന്ന് പറയുന്ന ആളാണ് ഞാൻ. കാരണം ഇത്തരം കാര്യങ്ങളിൽ സമൂഹത്തിൽ തന്നെ ഒരു ശുദ്ധീകരണം, സമൂഹം ഒരു വെള്ളിത്തിരക്ക് കൽപ്പിക്കുന്ന ഒരു സ്ഥാനമുണ്ടല്ലോ ശ്രീ ശാന്തിവിള. അത് ഒരുപക്ഷെ സമൂഹത്തിന്റെ ഒരുപക്ഷെ മാതൃകാ പുരുഷന്മാരായി നമ്മൾ കാണുന്ന ആ ലോകത്ത് വലിയ കറുപ്പാണ്. അത് താങ്കൾ ഇനിയെങ്കിലും സമ്മതിക്കും. 78 വർഷം പ്രായമുള്ള മലയാള സിനിമയിലെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അല്ലാതെ സിനിമയിൽ വർഷങ്ങളായി ഇതൊന്നും നടക്കുന്നില്ല. അല്ലല്ല, പൊങ്ങി വരികയാണ് ശാന്തിപിള്ള. പുറം ലോകം അറിഞ്ഞത് ആരും മിണ്ടാതിരുന്നതാണ്. ഞാൻ ഒരു കാര്യം പറയാം, ആരും മിണ്ടാതിരുന്നതാണ്. ഞാൻ പറഞ്ഞുതരാം. ശ്രീ ബൈജു, ശാന്തിപിള്ളയുടെ ഈ ന്യായീകരണം എങ്ങനെ കാണാം? ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നല്ല. കാരണം ഇത് ആദ്യത്തേതല്ല. ആദ്യത്തേതാണെങ്കിൽ ഇപ്പൊ എങ്ങനെ 2 വർഷം മുമ്പ് നടന്ന ഒരു പീഡന കേസ് ഒരു നിർമ്മാതാവിന്റെ പൊങ്ങി വരുന്നത്? അതിനു മുമ്പ് നടന്ന പറവൂർ പെണ്ണുമാണിപ്പ കേസുണ്ടല്ലോ, അതും സിനിമാക്കാരായിട്ട് ബന്ധപ്പെട്ടതല്ലേ? ദിലീപിനെ അനുകൂലിക്കുന്ന ഒരു വ്യക്തി കൂടി ഒരു പക്ഷേ നാളെ കുടുങ്ങാൻ പോവുകയാണ്. ഒന്നാമത് പറ്റിയെന്താ അറിയാം, താങ്കൾ പറയണ്ട ഈ ദിലീപിനെ പക്ഷത്ത് നിൽക്കുന്ന ഒരു വ്യക്തി, ഞാൻ പേര് പറയുന്നില്ല, ഇതുവരെ പേര് പറഞ്ഞിട്ടില്ല. ഒരു പക്ഷേ ആ അർത്ഥത്തിൽ ഇരയായ നടിയുടെ പേര് നമ്മൾ സൂചിപ്പിക്കുന്നില്ല. പക്ഷേ എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, പൊതുവെ അറിയാം. ആ രീതിയിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് അതിനൊരു തുടക്കമാവുന്നെങ്കിൽ നല്ലതാ. കാരണം ഒന്നും നന്നായി അംഗീകരിക്കുന്നുണ്ട് താങ്കൾ മനസ്സിലാക്കേണ്ടത് ഈ 32 വർഷത്തെ സിനിമാ ലൈഫ് ഒന്നും വേണ്ടില്ല. എന്റെ ഈ 53 വയസ്സിനിടയിൽ ഞാനൊരു ആദ്യമായിട്ട് പോലും ഒരു കേസിന് പോകാത്ത ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തരം കാര്യം ന്യായീകരിക്കുന്ന ആളല്ല. ഞാൻ പറയുന്നത് ഇത്തരം എന്താ പറയാ, അടിമുടി ഒന്ന് തുടച്ച് മാറ്റി നന്നായി വരട്ടെ, അതിൽ സന്തോഷമുള്ള ആളാണ് ഞാൻ.
കാരണം ഞാനൊരു ക്രിമിനൽ അല്ല, എന്റെ പേരിൽ ഒരു ചെക്ക് കേസ് പോലും ഇല്ല. പാവപ്പെട്ട തിലകൻ എന്ന് പറയുന്ന മഹാനടൻ ഒറ്റപ്പെട്ട് ഓടി മാറി ദൂരെ നിന്നപ്പോ നമ്മുടെ പ്രധാനപ്പെട്ടവർ ആരും ഒരക്ഷരവും മിണ്ടിയില്ല. അതും നമ്മൾ ചർച്ച ചെയ്യണതിന്റെ കൂടെ ആരും മിണ്ടിയിട്ടില്ല. ഇപ്പോഴും ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴും മലയാളത്തിലെ 2 മഹാനടന്മാർ ഈ വിഷയത്തിൽ എന്ത് പ്രതികരണമാണ് നടത്തിയിട്ടുള്ളത്? എന്ത് പ്രതികരണം നടത്തിയിട്ടുണ്ട്? ഒരു അഭിഭാഷകൻ എന്നുള്ളത് മാറ്റി നിർത്തി ഞാൻ ചോദിക്കുക. അന്ന് അമ്മയുടെ ജനറൽ ബോഡി മീറ്റിംഗ് നടന്നപ്പോൾ എന്തോ പിടിച്ചടക്കിയതുപോലാണ് ദിലീപ് അതിനകത്തിരുന്നത്. എന്തോ കളഞ്ഞു പോയതുപോലെ 2 മഹാനടന്മാർ. എന്നിട്ട് ദിലീപ് പ്രതി ചേർക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു മഹാനടൻ എല്ലാ പത്രങ്ങളുടെയും മാധ്യമങ്ങളുടെയും മുമ്പിൽ വന്ന് മഹാകാര്യം സംഭവിച്ചതുപോലെ യഥാർത്ഥത്തിൽ ജനാധിപത്യ വിരുദ്ധമാണത്. എന്നാൽ പോലും ഞാൻ അതിനെ ദിലീപിനെ അനുകൂലിച്ച് പറയുകയാണെന്ന് ധരിക്കേണ്ട. എന്നാൽ പോലും ആ പുറത്താക്കിയ വാർത്ത ഏതോ ഒരു വലിയ കൊട്ടിഘോഷത്തോടു കൂടി അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഇവരുടെയൊക്കെ നാവ് ഇറങ്ങിപ്പോയോ? ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഇവരാരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. ആ പട ഒരു ബൈജു മാത്രമാണ് മിണ്ടുന്നത്. ഒറ്റ കാര്യം ബൈജു, പ്രജി ഒരു കാര്യം ഞാൻ പറയാം, അതിനൊരു മറുപടി പറഞ്ഞോട്ടെ. പ്രജി ഒരു മറുപടി പറയട്ടെ. ഇത് ഈ സിനിമ ഇൻഡസ്ട്രി വലിയൊരു ഇൻഡസ്ട്രിയാണ്. ഒരുപാട് പേര്, ആയിരക്കണക്കിന് ആൾ ജോലി ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി ആണെങ്കിലും ഇത് ഒരു ചെറിയൊരു വലയം തീർത്തിരിക്കുന്ന 3-4 പേരുണ്ട്. ആ വലക്കണ്ണിയാണ് ഇൻഡസ്ട്രിയെ മൊത്തം കൈകാര്യം ചെയ്യുന്നത്. അതിന്റെ തലവനാണ് ഇപ്പൊ ജയിലിലുള്ളത്. ആ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് അപ്പൊ വളരെ ബുദ്ധിമുട്ടായി ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ. കാരണം തലവൻ പോയല്ലോ. തലവൻ പോയി കഴിഞ്ഞിട്ട് താഴെയുള്ള ആളുകൾക്ക് ഇത്തിരി ബുദ്ധിമുട്ട് കാണും കാര്യങ്ങൾ തുറന്നു പറയാൻ. കാരണം കാര്യങ്ങൾ മൊത്തം തുറന്നു പറഞ്ഞാൽ ഈ വസ്തു ഇടപാടുകളും അതേപോലെ തന്നെ ഈ ഹവാല ഇടപാടുകളും ക്യാഷിന്റെ ഡീലിങ്സും ഒക്കെ വരുമ്പോഴത്തേക്ക് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരുപാട് ആളുകൾ ചിലപ്പോൾ ഇതിൽ പ്രതികളായി വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവരുടെ നേർക്കുകൂടെ വിരലുകൾ ചൂണ്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ പ്രജി, എനിക്ക് തന്നെ ആയിരക്കണക്കിന് മെസ്സേജുകളാണ് പിന്നെ ഫേസ്ബുക്കിലൂടെ നമ്മളെ ട്രോൾ അടിക്കുന്നത് ആൾക്കാർ ഇരുന്നിട്ട്. എന്താ ഇത് ആര് പറഞ്ഞു ചെയ്യാൻ? ഇത് എവിടുന്ന് വരുന്ന കൊട്ടേഷൻ എന്നൊക്കെ ഞങ്ങൾക്കറിയാം. അതിലൊന്നും ഒരു ഭയപ്പാടും ഇല്ല, ഒരു പണിയും കാണിക്കത്തില്ല ആ കാര്യത്തിനകത്ത്. ഞങ്ങളിത് പറയാനുള്ളത് ഒരു കാരണവശാലും പറയാതിരിക്കില്ല. മുഖത്ത് നോക്കി പറയും. പറയാനുള്ള ആർജവവും ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഇനിയുമുണ്ട് ക്രിമിനലുകൾ സിനിമയില്. ഇതേപോലുള്ള ക്രിമിനലുകളുണ്ട്. ഒരു ചെറിയ ഇഷ്യൂ വരുമ്പോൾ ഈ കൂടെ നിൽക്കുന്നവരെ ഈ പൊതിഞ്ഞു നിർത്തി സംരക്ഷിക്കാനുള്ള ഇടപാടുണ്ടല്ലോ, അതാണ് ആദ്യം നിർത്തേണ്ടത്. എന്തായാലും താങ്കൾ ഇനിയും ചില കാര്യങ്ങൾ ഒളിപ്പിച്ചുള്ളിൽ വെച്ചിരിപ്പുണ്ട്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടൊക്കെ താങ്കൾക്ക് ചില വശങ്ങൾ കൂടി അറിയാം. അതുകൂടി ഈ ചർച്ചയിൽ പങ്കുവയ്ക്കണം. ചർച്ചയിലേക്ക് വരുമ്പോൾ ശ്രീ ജോർജ് ജോസഫ്, സിനിമയിൽ ഒരു പക്ഷേ ഇന്നും ഈ നിമിഷം വരെ കാണാത്തതിനും അപ്പുറത്തേക്ക് ഒളിഞ്ഞു നിൽക്കുന്ന പല ക്രിമിനൽ ഈ കേസുമായി ബന്ധപ്പെട്ടോ അല്ലാതെയും ഇനിയും പുറത്തു വരേണ്ട വലിയ സത്യങ്ങളുണ്ടോ? കാരണം ഇന്ന് മാധ്യമങ്ങളിലൂടെ വലിയ വാർത്തകളൊക്കെ ഓൺലൈൻ പുറത്തേക്ക് വരുമ്പോൾ പലരും പല കേസുകളുമായി ബന്ധപ്പെട്ട് നാളെയോ മറ്റന്നാളോ ഈ കേസിന് അനുബന്ധമായ തെളിവുകൾ ഒരു പക്ഷേ പുറത്തേക്ക് വന്നേക്കാം. ഈ അർത്ഥത്തിലൊക്കെ നോക്കി ചിന്തിക്കുമ്പോൾ ശ്രീ ജോർജ് ജോസഫ്, ഞാൻ പറഞ്ഞ അടുത്ത ദിവസം തന്നെ വലിയ ഭൂകമ്പം മലയാള സിനിമയിൽ ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം ഒരു കുട്ടിയും കൂടെ പീഡിപ്പിച്ചതായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. അതിനൊരു പ്രൊഡ്യൂസറും ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ കുട്ടി ഉടൻ തന്നെ മൊഴി കൊടുക്കുമെന്നാണ് ഞാൻ അറിയുന്നത്. കൊടുത്താൽ അത് കോംപ്രമൈസ് ചെയ്തു. കോമ്പൗണ്ടാളായ ഒരു ഒഫൻസ് അല്ല കോംപ്രമൈസ് ചെയ്ത്. ജീവപര്യന്തം തടവിന് ശിക്ഷയ്ക്ക് വിധേയമാക്കേണ്ട ആൾക്കാർ മലയാളത്തിലെ കുറേ വമ്പന്മാർ കൂടിയിട്ട് മലയാള സിനിമ കൂടിയിട്ട് അത് കോംപ്രമൈസ് ചെയ്തെങ്കിൽ അവർ പ്രതിയാവും. ആരാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ കോംപ്രമൈസ് ചെയ്ത എല്ലാ നടന്മാരും നിർമ്മാതാക്കളും അതിനകത്ത് പ്രതിയാകും. വലിയൊരു ഭൂകമ്പം ബൈജു പറയുന്നത് പോലെ അതിനൊരു ഒരു പക്ഷേ ഒരു വലിയ വല അല്ലെങ്കിൽ ഒരു ശൃംഖലയുണ്ടോ? ഞാൻ അറിഞ്ഞ ഇയാൾ തന്നെ എടുത്ത കൊട്ടേഷനാണ്. അപ്പൊ അയാൾ വന്നു കഴിഞ്ഞു. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇദ്ദേഹം ഈ പറയുന്നതൊക്കെ ഒരു വക്കീൽ എന്നുള്ള നിലയിൽ എനിക്ക് കേട്ടോണ്ടിരിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. ഈ കോംപ്രമൈസ് ചെയ്യുന്നവരെല്ലാം പ്രതിയാകണമെങ്കിൽ ആദ്യം കോംപ്രമൈസിനെ കുറിച്ച് പറഞ്ഞത് നമ്മുടെ രാഷ്ട്രപിതാവാണ്. ഈ കോംപ്രമൈസ് എന്ന് പറയുന്നതാണ് ഇപ്പോ നമ്മുടെ കോടതികളുടെ ഒരു ആത്മസത്ത എന്ന് പറയുന്നത് കോംപ്രമൈസും. അപ്പൊ അതുകൊണ്ട് ഈ കോംപ്രമൈസ് ചെയ്യുന്നവരെല്ലാം പ്രതിയാവുമെന്ന് പറഞ്ഞാൽ ജനറലി പറയരുത്. അങ്ങനല്ല, ഏതെങ്കിലും തരത്തിലുള്ള ഇൻഡ്യൂസോ ത്രട്ടോ ഏതെങ്കിലും തരത്തിൽ ഭീഷണിപ്പെടുത്തുകയോ പെൺകുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു സംഭവത്തിന് ശേഷം പല നിയമങ്ങളും അതിന് ശേഷം വന്നിട്ടുണ്ട്. ഏതെല്ലാം സാഹചര്യങ്ങൾ അനുസരിച്ച് പലതരത്തിലുണ്ട്. ഇദ്ദേഹം പറയുന്ന പോലെ അതിനെ പൊതുവൽക്കരിച്ചിട്ട് കോംപ്രമൈസ് ചെയ്യുന്നവരെല്ലാം പ്രതിയാണെന്ന് പറയണ്ട. ഇപ്പൊ ഈ സ്ത്രീ വിഷയത്തിൽ തന്നെയുള്ള കുറ്റകൃത്യങ്ങൾ എടുക്കുമ്പോ സ്ത്രീയുടെ കൺസെന്റോട് കൂടിയാണ് ഈ പറയുന്ന കാര്യങ്ങൾ നടന്നിട്ടുള്ളത് എങ്കിൽ ഒഫൻസ് ഇല്ല. അപ്പൊ ആ കൺസെന്റ് ഒബ്റ്റെയിൻ ചെയ്തത് ഈ കോംപ്രമൈസിലേക്ക്
ച്ചതിനകത്ത് ഏതെങ്കിലും അൺഡ്യൂനേഷനോ ത്രട്ടോ ഏതെങ്കിലും ഉണ്ടെന്ന് കണ്ടെത്തുകയാണെങ്കിൽ അവിടാണ് ഒഫൻസ്. അല്ലാതെ ജനറൽ ആയിട്ട് ഒഫൻസ് ഉണ്ടെന്ന് പറയാൻ ആ പെൺകുട്ടി സ്വമേധയാ പറയുകയാണ് എന്റെ കൺസെന്റോട് കൂടിയാണ് അയാൾ ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ജോർജ് ജോസഫ് സാർ എവിടെ കൊണ്ടാ പറയുന്നത് അതിനകത്ത് പ്രതിയാകുമെന്ന്? ആര് പ്രതിയാകുമെന്നാ പറയുന്നത്? ഞാൻ പറയുന്നത് കേൾക്കാമോ? ഒരു ചെറിയ അടിക്കേസ്, അങ്ങനത്തെ കേസുകളും ചീത്ത വിളിക്കുന്ന കേസുകളും കോടതിയിൽ കോമ്പൗണ്ട് ചെയ്യും. അത് ചർച്ച വേറെ തലത്തിലേക്ക് പോകേണ്ടല്ല. ശ്രീ ശാന്തിവിള, ശ്രീ ശാന്തിവിള ദിനേശൻ, താങ്കൾ എന്തായാലും ഈ ചർച്ചയുടെ ഒരു പൊതു രീതി മനസ്സിലാക്കുമ്പോൾ ശ്രീ ജോർജ് ജോസ് പറയുന്ന നാളെ വലിയ ഭൂകമ്പങ്ങളുടെ ഭാഗമായിട്ട് ഒരു പക്ഷേ നാളെ ഈ പറയുന്ന പ്രൊഡ്യൂസർ അടക്കമുള്ള പ്രതികളായേക്കാം. എന്തായാലും സിനിമയെ ശുദ്ധീകരിക്കാനാണ്, നല്ല നടപടികളെ താങ്കളും അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ താങ്കൾക്കും പുറത്തേക്ക് വിടാം, അത്തരം താങ്കൾക്ക് കൂടി ബോധ്യമായ കാര്യങ്ങളുണ്ടെങ്കിൽ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വാദിയാട്ടോ പ്രതിയാട്ടോ ഈ പ്രായം വരെ ഒരിടത്തും എത്താത്തതുകൊണ്ട്. അല്ല, ആത്യന്തിക ലക്ഷ്യം എന്താണ്? സിനിമയെ ശുദ്ധീകരിക്കുക. ആരെങ്കിലും പറയണോ? എല്ലാവരും നമ്മൾ നല്ല കാര്യത്തിന് വേണ്ടിയില്ലേ നിൽക്കൂ. മലയാള സിനിമ ഇൻഡസ്ട്രി ശുദ്ധീകരിക്കാനുള്ള ഒരു പന്താവുകയാണ് ഈ വഴിയെങ്കിൽ അതിന് അംഗീകരിക്കല്ലേ ഉള്ളൂ. അല്ല, മറഞ്ഞു നിൽക്കുകയാണോ ശാന്തിവിള? ചില ഒരുപക്ഷെ ഒളിച്ചു നിൽക്കുന്നതായി ബൈജു കൊട്ടാരക്കര തുറന്നു പറയുന്നു, ചിലർ അങ്ങനെ ആ രീതിയിൽ സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നു. അതുകൊണ്ടൊക്കെയുള്ള ഒരു ചോദ്യമാണ്. എനിക്കറിയില്ല, എനിക്ക് അറിഞ്ഞാത്ത വിഷയത്തിൽ ഞാൻ എങ്ങനെ പറയാം? ഇവിടെ തന്നെ ഇപ്പം വക്കീലും സാറും കൂടെ സംസാരിക്കുന്ന പോലെ എനിക്ക് വകുപ്പ് അറിയില്ല. അതാണ് ഞാൻ ചിരിച്ചോണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് അറിഞ്ഞാത്ത വിഷയത്തിൽ ഞാൻ മറുപടി പറയാം. സാമാന്യ ജനം ചിന്തിക്കുന്ന രീതിയിൽ ചിന്തിച്ചാൽ മതി. സാമാന്യ ജനം ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? ഈ സിനിമ കോടികളുടെ വന്നു മറയുന്ന വർണ്ണാഭമായ ഒരു ലോകമായതുകൊണ്ട് സിനിമയ്ക്കകത്ത് മാത്രം നടക്കുന്ന ഇത്തരം ഏത് വിഷയങ്ങളെക്കുറിച്ചും സാമാന്യ ജനം നല്ല ക്യൂരിയോസിറ്റിയോടുകൂടി അന്വേഷിക്കും. അത് വെറും ക്യൂരിയോസിറ്റി മാത്രമാണോ? അത് അതിനകത്ത് യാഥാർത്ഥ്യമില്ലേ? ഞാൻ പറയുന്നത് നടക്കുന്ന കാര്യങ്ങൾ അല്ല, നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ജനത്തിന് അത് കാണാൻ ഭയങ്കര താല്പര്യം. അല്ല, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചത് ആദ്യത്തെ സംഭവമാണെന്നാണ് താങ്കൾ പ്രകടിപ്പിച്ചത്. അതല്ല, ബൈജു അവിടെ കൃത്യമായ തെളിവുകൾ നിരത്താമെന്ന് പറയും. ഞാൻ പറഞ്ഞ അതല്ല. ഒരു കുട്ടിയെ ഇങ്ങനെ ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ ഡബിങ്ങിലേക്ക് പോകുന്ന ഒരു കുട്ടിയെ കാറിൽ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുന്നതൊക്കെ. അല്ല, നാളെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കുട്ടി മൊഴി നൽകാൻ തയ്യാറായി വരികയാണെങ്കിൽ ഏത് കൊല്ലകൊമ്പനായാലും, അതായത് മലയാളത്തിലെ ഈ 100 കോടി ക്ലബ്ബിൽ പോയ ആളായാലും പോലും ആരായാലും ശരി അങ്ങനെ ഒരു പെൺകുട്ടിയുടെ അനുവാദമില്ലാതെ ആരെങ്കിലും എന്തെങ്കിലും കവർന്നെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ തൂക്കുകയറ് വാങ്ങിക്കൊടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, എന്തായാലും ഈ കേസിൽ ഇനിയുള്ള നാൾ വഴികൾ ഒരു പക്ഷേ നിർണായകമായിരിക്കുമോ? വാദപ്രതിവാദങ്ങൾ വ്യാഴാഴ്ചയടക്കം ഉണ്ടായേക്കാം. ഏത് അസ്ത്രവും ഉപയോഗിക്കാൻ ശേഷിയുള്ള ഒരു അഭിഭാഷകൻ മറുവശത്ത് നിലയുറപ്പിച്ചിരിക്കുമ്പോൾ. അല്ല, ഇപ്പം വ്യാഴാഴ്ചയും ഇതിന് ഒരു ജാമ്യം കിട്ടുന്നൊരവസ്ഥ ഇപ്പോൾ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഈ കേസിന് ഇതേപോലുള്ള കേസുകൾ പരിശോധിച്ചിട്ടുള്ള പ്രിജി പറഞ്ഞതുപോലെ സാമാന്യമായ രീതി എന്ന രീതിയിൽ കണ്ടാൽ മതിയോ? അല്ല, അത്രേ ഉള്ളൂ. ഞാൻ പറയുന്നത് സാമാന്യ രീതിയിൽ ചിന്തിച്ചാൽ സാധ്യത കുറവാണ് ആ കേസിന്. അത് മാത്രവുമല്ല, ഈ നിലയ്ക്കുള്ള ഇതുവരെ ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തി പദം പരിശോധിച്ചാൽ അപായകാരിയായ ഒരു കൾപ്രിറ്റാണ്, അല്ലെങ്കിൽ ആ നിലവാരത്തിലുള്ള ഒരാളാണ് എന്ന ബോധ്യം, കീഴ്ക്കോടതി എത്തിച്ചേർന്ന ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടാവുകയും ഉടൻ ജാമ്യം കൊടുക്കാതിരിക്കാനും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നേരത്തെ ശ്രീ പ്രിജി പറഞ്ഞ 1-2 കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്. അദ്ദേഹം പറഞ്ഞു രാംകുമാറിനെ കുറിച്ച്. ഞാൻ പറഞ്ഞു എനിക്ക് രാംകുമാറുമായിട്ട് വ്യക്തിഗതമായി പരിചയമുള്ള ആളാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ച് സംസാരിക്കുന്ന ആളുമാണ്. ഈ ചർച്ചകളിലൂടെ പരിചയപ്പെട്ടുള്ള ആളുമാണ്. അതൊരു പുതിയ കാര്യമല്ല. അദ്ദേഹം പറയുന്നതിനൊക്കെ ഗൗരവതരമായൊരു അംഗീകാരം മലയാളികൾ കൊടുക്കുന്നത് രാജൻ കേസ് മുതൽ പ്രസിദ്ധിയിലേക്ക് എത്തിയിട്ടുള്ള ആളാണ് രാംകുമാർ, നമുക്കറിയാവുന്നതാണ്. അദ്ദേഹത്തെ പോലെ ഉന്നത ശീർഷനായൊരു ജഡ്ജി അല്ല ഒരു വക്കീല്, അദ്ദേഹം ഒരു മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി നിന്നുകൊണ്ട് മജിസ്ട്രേറ്റിന് ജാമ്യം കൊടുക്കാൻ കഴിയാത്ത വകുപ്പ് ഉള്ള കേസ്, നോൺ ബെയിലബിൾ എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിക്ക് മാത്രമേ കൊടുക്കാൻ കഴിയൂ. അത് പരിഹരിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിന്റെ ജൂനിയറിനെ അയക്കേണ്ട ഒരു കേസിന് അദ്ദേഹം പോയി എന്ന് മാത്രമല്ല, പ്രജി തീർന്നില്ല. അതുമാത്രമല്ല, തിരിച്ചു വന്ന അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചെന്താണെന്നറിയോ? സാക്ഷികളെ കിട്ടാത്തതുകൊണ്ട് മാപ്പ് സാക്ഷികളെ അന്വേഷിച്ച് നടക്കുകയാണ്. അദ്ദേഹത്തിന്റെ വലിപ്പമുള്ള ഒരാൾ ഒരു ജുഡീഷ്യൽ പ്രോസസ്സിനകത്ത് ഇടപെടുകയാണ്. അങ്ങനെ ഇടപെട്ടുകൂടാ. ഇറ്റ് ഹാസ് ഡിക്ലൈൻഡ് ഹിസ് ഹൈറ്റ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനത്തോടെയും പറയട്ടെ, അതൊരു വലിയ കാര്യമായിരുന്നു. ഇതൊക്കെ ശരിയായ രീതികളിലല്ല. വലിയ വക്കീലന്മാർക്ക് കോടതിയുടെ ഇടപാടുകളിൽ വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് ചെയ്തില്ല എന്ന് പറയുമ്പോൾ പ്രിജി അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് പോകത്തില്ല സാർ, പോകത്തില്ല. നരിമാൻ പോകുമോ? അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തടത്ത് പോയാൽ ആളുകൾ എന്ത് വിചാരിക്കും? പോകില്ല സാർ. അത് ജയിക്കാൻ പറയരുത്.
കാര്യം ഓരോ അന്നാ നരിമാനെ നിങ്ങൾക്കറിയില്ല. അങ്ങനല്ല, സാറിന് മാത്രമാണ് ഇതെല്ലാം അറിയാവുന്നത്. അതെന്തൊരു ന്യായവാ? അതെന്തൊരു ന്യായവാ? ഇപ്പൊ രാംകുമാർ സാർ ഏത് കോടതിയിൽ പ്രാക്ടീസ് ചെയ്യണം? രാംകുമാർ സാർ മജിസ്ട്രേറ്റ് കോടതിയിൽ പോകണമോ, ജില്ലാ കോടതിയിൽ പോകണോ, ഹൈക്കോടതിയിൽ? ചുമ്മാ പറയല്ല, അത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം വാസുദേന്ദ്രബാബു സാറിനല്ല, അത് രാംകുമാർ സാറിനാണ്. രാംകുമാർ സാർ തീരുമാനിക്കട്ടെ. അദ്ദേഹം മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു പ്രതിക്ക് വേണ്ടി അത് രാംകുമാർ സാറിന്റെ പ്രതിയുടെ താല്പര്യമായിരിക്കും. രണ്ടാമത്തെ അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ്, പ്രൊഫഷണൽ ആയിട്ടുള്ള. സ്ത്രീകളെ പീഡിപ്പിച്ച കേസിൽ ഏത് നിലവാരത്തിലും ആ കോംപ്രമൈസ് ആകില്ല. കോടതി തന്നെ തീരുമാനിച്ചിട്ട് കഴിയില്ല. അതിനുള്ള ശ്രമങ്ങൾ കോടതിയെ എതിർക്കുക പോലും ചെയ്തിട്ടുണ്ട്. അറിയാത്ത ആളല്ലല്ലോ. ഞാൻ പറഞ്ഞതിനെ അദ്ദേഹം ദുർവ്യാഖ്യാനം ചെയ്താ പറയുന്നത്. ഞാൻ പറഞ്ഞത് ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്നൊരു കേസ് വരുമ്പോ സ്ത്രീ സ്വമേധയാ പറയുകയാണ് എന്നെ പീഡിപ്പിച്ചതല്ല, ഞാൻ സ്വമേധയാ വഴങ്ങിക്കൊടുത്തതാണ് എന്ന് പറയുകയാണെങ്കിൽ എവിടെയാണ് പിന്നെ കേസുള്ളത്? എവിടെയാണ് കേസുള്ളത്? കോടതി മുമ്പാകെ വിചാരണ സമയത്ത് വന്ന് പറയുകയാണ് ഞാൻ വഴങ്ങിക്കൊടുത്തതാണ്, എനിക്ക് പരാതിയില്ല എന്ന് പറയുകയാണെങ്കിൽ എവിടെയാണ് അതിനകത്ത് പീഡനമുള്ളത്? എവിടെയാണ് പിന്നെ കേസുള്ളത്? ആ പെൺകുട്ടി അത് പറഞ്ഞത്, പീഡനത്തിനിരയായ പെൺകുട്ടി അങ്ങനെ പറഞ്ഞത് ഏതെങ്കിലും സ്വാധീനത്തിന്റെ ഭാഗമായിട്ടാണല്ലോ. ഈ കേസിൽ എന്തായാലും മറിച്ചുള്ള മാനമുണ്ടല്ലോ. ശ്രീ ബൈജു കൊട്ടാരക്കര, ഈ സംഭവത്തോടു കൂടി, കാരണം ഈ സംഭവം കേന്ദ്രീകരിച്ച് താങ്കൾ ഒരു ചിത്രം പോലും എടുക്കാൻ തയ്യാറെടുക്കുകയാണെന്നാണ് അറിയുന്നത്. ഇനിയും പല സത്യങ്ങളും പുറത്തേക്ക് വരേണ്ടതുണ്ട് എന്ന് താങ്കൾ അനുമാനിക്കുന്നുണ്ടെങ്കിൽ ആ ചിത്രത്തിലൂടെയൊക്കെ ആയിരിക്കുമോ ഇത്തരം കാര്യങ്ങളൊക്കെ പൊതുജന മധ്യത്തിലേക്ക് വെക്കുക? ഇനിയും ഏതറ്റം വരെ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഏതറ്റം വരെ പോകാൻ തയ്യാറാണ് എന്ന ആർജവം ഒരു വെളിപ്പെടുത്തലിലൂടെയെങ്കിലും ഈ മാധ്യമങ്ങളിലൂടെയെങ്കിലും താങ്കൾക്ക് നടത്താൻ ഈ കേസിൽ ഒരു പക്ഷേ ഇനിയും മറഞ്ഞിരിക്കുന്ന അന്വേഷണ സംഘത്തിന് അന്വേഷണത്തിൽ ഒരു പക്ഷേ സഹായകരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ താങ്കൾക്ക് പങ്കുവെക്കാൻ കഴിയും? അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോൾ ഈ ഊഹാപോഹങ്ങൾ വെച്ചുകൊണ്ട് പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല. കാരണം ഒരു വ്യക്തമായ തെളിവുകളും കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നമ്മൾ കൊടുത്തിരിക്കും. അങ്ങനെയാണല്ലോ ഞാൻ കഴിഞ്ഞ ആഴ്ച CBIക്ക് പോലും മൊഴി കൊടുത്തത്. അപ്പൊ അത് ഈ വരുന്ന 21-ാം തീയതി ഞങ്ങളൊരു ബഹുജന കൺവെൻഷൻ വെച്ചിട്ടുണ്ട്. എവിടെയാണെന്ന് അറിയാമോ? സെക്രട്ടേറിയറ്റിന് മുമ്പിൽ. അന്ന് ആ ബഹുജന കൺവെൻഷനിൽ മാക്ട ഫെഡറേഷൻ നേതൃത്വത്തിലാണ്. അന്ന് ചില തീരുമാനങ്ങൾ ഞങ്ങളിലുണ്ടാവും, യാതൊരു സംശയവുമില്ല. അന്ന് ഈ അങ്കമാലി കോടതിയിൽ പോയി പിന്നെ ഈ പ്രഹസനങ്ങൾ കാണിക്കുന്ന, അല്ലെങ്കിൽ പ്രഹസനം എന്നുള്ളത് വാക്ക് ക്ഷമിക്കണം, അങ്കമാലി കോടതിയിൽ പോയിട്ട് പിന്നെ വാദിച്ചിട്ട് വന്ന പിന്നെ റാംകുമാർ സാറിനെ ഇപ്പോൾ പറയുന്നു കേട്ടോ, അദ്ദേഹത്തിനോട് പോകേണ്ട കാര്യമില്ലായിരുന്നു പറഞ്ഞു കേട്ടു. ലക്ഷക്കണക്കിന് കാശ് കിട്ടിയ മടങ്ങിയെത്താം. ശ്രീ ജോർജ് ജോസഫ്, ഇനി തെളിവുകൾ ഒരു പക്ഷേ വേണ്ടുന്നത് മെമ്മറി കാർഡ്, ഈ പറയുന്നത് അത് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കി ഉറപ്പിക്കണം, മൊബൈൽ ഫോൺ, കൂടാതെ ഈ മറഞ്ഞു നിൽക്കുന്ന പ്രതീഷ് ചാക്കോ, ഒപ്പം അപ്പുണ്ണി, ഇവരിലേക്കൊക്കെ എത്തുമ്പോൾ ഈ ഫസ്റ്റ് ഫേസ് മാത്രമാണ് എന്നൊരു പക്ഷേ നേരത്തെ പ്രിജി സൂചിപ്പിച്ചതുപോലെ രണ്ടാം ഘട്ടം ഒരു പക്ഷേ നമുക്ക് ആ ഒരു പേര് നൽകാം. രണ്ടാം ഘട്ടത്തിലേക്കാണെങ്കിൽ പ്രോസിക്യൂഷന് സഹായകരമായ, പ്രോസിക്യൂഷൻ ഒരു പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ളൊരു സംശയം, ആശങ്കയുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടുന്നതായിരിക്കുമോ? ഇല്ല, ഞാൻ ഇതുവരെ ഉള്ള എൻ്റെ ഒരു നിഗമനം, ആവശ്യമായ തെളിവ് കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ മൊബൈൽ ഫോണ് കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. അത് കടത്തിയിട്ടുണ്ടാവില്ല, അത് ഇവിടെ തന്നെ ഉണ്ട്. മൊബൈൽ ഫോൺ വാർത്ത വന്നോളെ, അതൊന്നും കടത്തൂല്ല. ആ വീഡിയോയും കടത്തിയെന്നാ പറയണേ. ഇത്രയും റിസ്കി ആയ ഒരു സാധനം എവിടെയെങ്കിലും കടത്തി ആരുടെയും കൈ കൊടുക്കൂ? അത് ആ പ്രതിയുടെ കൈ തന്നെയുണ്ട്. ആരാണ് കൊട്ടേഷൻ കൊടുത്ത അയാളുടെ കൈ തന്നെ. ശാന്തിയുള്ള അങ്ങേക്ക് എന്തെങ്കിലും ആ രീതിയിൽ കടത്തലുമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അറിവ്, എന്തെങ്കിലും എന്തായാലും ദിലീപുമായിട്ടൊക്കെ ഒരു പക്ഷേ ബന്ധപ്പെടുന്നത് സ്വാഭാവികമായിട്ട് മറ്റൊന്നും തെറ്റിദ്ധരിക്കരുത് താങ്കൾ. ആ രീതിയിൽ ഈ പറയുന്നതൊക്കെ ഒരു പക്ഷേ ഈ ഫോണിന്റെ കാര്യങ്ങൾ അത് അമേരിക്കയിലേക്ക് കടത്തിയതായി പറയുന്നു. ഇതൊക്കെ ഒരു ഓൺലൈൻ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള തലത്തിലേക്ക് കണ്ടാൽ മതിയോ? ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോഴും നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഒരു കാര്യമാണ്. ഇപ്പം മെനങ്ങാന്ന് ആ കുട്ടി കൊടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് കേരളത്തിലെ എല്ലാ പത്രങ്ങൾക്കും. ഞാൻ അയാളുമായിട്ട് 1 രൂപയുടെ ബിസിനസ്സില്ല, ഞാനും അയാളുമായിട്ട് വേറെ പ്രശ്നങ്ങളില്ല. അയാൾ ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല. പക്ഷേ അയാൾ ചെയ്തിട്ടില്ല എന്ന് പറയണ്ടല്ലോ. പക്ഷെ മറുവശം പറഞ്ഞല്ലോ, കുട്ടി ആരാണോ തെറ്റ് ചെയ്ത് അവരാകട്ടെ. ഞങ്ങൾ സിനിമാ പ്രൊഫഷണൽ ആ ഒരു ഗ്യാപ്പാണ് വലിയ ഗ്യാപ്പ്. അല്ല, ആ ഒരു ഗ്യാപ്പുണ്ട് സാർ. 20 ദിവസം ചർച്ച ചെയ്തതേ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ട്രാൻസാക്ഷൻ ഈ വസ്തു ഇടപാടുമായി ബന്ധപ്പെട്ട അല്ല എന്നാ കുട്ടി പറഞ്ഞിട്ടില്ല. കുട്ടി പറഞ്ഞു 1 രൂപയില്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കൃത്യത്തിന് പിന്നിൽ അദ്ദേഹം അല്ല എന്നൊരു വാക്ക് പറഞ്ഞു, അദ്ദേഹമാണ് എന്നും പറഞ്ഞിട്ടില്ല.
അല്ല അതിന് നമ്മൾ മറ്റൊരു തലം നമ്മൾ കൊടുത്തേ പറ്റൂ. എന്നിട്ട് അല്ല അതിലൊരു വരിയുടെ ഉണ്ട്, ഞാൻ ഈ നടന്റെ പേര് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല. അപ്പൊ അത് കണ്ടെത്തേണ്ടത് പിന്നെ പോലീസ്. പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മളെന്തിനാ വാശി പിടിക്കുന്നത്? ഈ നടനല്ല എന്ന് പറയുന്നില്ല, നടനാണെന്നും പറയുന്നില്ല. ശ്രീ ബൈജു കൊട്ടാരക്കര. അതിനിത്ര പ്രശ്നം എന്താണ്? ഇത് എന്ത് വാദഗതിയാണെന്ന് അറിയാൻ പറ്റില്ല പ്രതീഷ് കൈപ്പള്ളിയിൽ. അതായത് ഒരു പെൺകുട്ടി പറഞ്ഞിരിക്കുന്നു, അയാൾ അല്ല എന്ന് പറഞ്ഞു, അയാൾ ആണെന്നും പറഞ്ഞിട്ടില്ല അല്ലെന്നും പറഞ്ഞിട്ടില്ല. ആ പെൺകുട്ടിക്ക് അറിയില്ല. കാരണം ആ പെൺകുട്ടിയെ പീഡിപ്പിച്ച ആള് പൾസർ സുനി എന്ന് പറഞ്ഞ ആളാണ് പീഡിപ്പിച്ചത്. പൾസർ സുനി കൊട്ടേഷൻ കൊടുത്ത ആളിനെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാണെന്നുള്ളത്. അപ്പൊ അത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അല്ലാതെ ആ കുട്ടി പറഞ്ഞിട്ടല്ല അത് വേണ്ടത്. ഇനി വേണ്ടത് എന്താ? ആ കുട്ടി പറഞ്ഞിട്ടില്ല അല്ലെന്നും പറഞ്ഞിട്ടില്ല. സംശയത്തിന്റെ ആനുകൂല്യം ആർക്ക് കിട്ടും? അതെ, അത് ഒരുപക്ഷെ അത് മാധ്യമങ്ങളുടെ മുകളിൽ ആർക്ക് കിട്ടും? ആണെന്നും പറഞ്ഞിട്ടില്ല അല്ലെന്നും പറഞ്ഞിട്ടില്ല, സംശയത്തിന്റെ ആനുകൂല്യം ആർക്ക്? ആ വക്കീൽ ചോദിക്കുന്ന ഒരു കുബുദ്ധിയുണ്ട്. കാര്യം സംശയത്തിന്റെ ആനുകൂല്യം എന്ന് പറഞ്ഞാല് പിന്നെ ആ പീഡിപ്പിക്കപ്പെട്ട നടിക്ക് സംശയത്തിന്റെ പ്രശ്നം ദിലീപിനെ സംബന്ധിച്ചില്ലല്ലോ. ദിലീപ് രംഗത്ത് അറിയയില്ലല്ലോ. ദിലീപിനെ കണ്ടെത്തുന്നത് പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷനാണ്. അവരുടെ കണ്ടെത്തൽ പൾസറിൽ തീരും. അല്ല, അതിനകത്ത് വേറൊരു പോലീസ്, അത് ഞാൻ ഇതിനോടൊന്നും യോജിക്കുന്നില്ല. പോലീസ് ഇനി ചോദിച്ചു വരുത്തി ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. അത് നടന്നിട്ടുണ്ടാകുന്ന പറയും, നിങ്ങളോട് ആർക്കൊക്കെയാണ് വൈരാഗ്യം? അതാണ് ചോദിക്കും. അതൊരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഞാനാണെങ്കിൽ അവർ പറയുന്ന വോളണ്ടറി ചെയ്ത് സ്വമേധയാ പറയുന്ന മൊഴി അടുത്ത ദിവസം അന്നേരമാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെയല്ല. ഒരു കേസിന് വരുമ്പോൾ ആദ്യം ആ കുട്ടി മൊഴി തന്ന് അത് ഒപ്പിട്ട് വാങ്ങിക്കും. പിന്നീടുള്ള സ്റ്റേറ്റ്മെന്റ് ഒന്നും പോലീസ് ഒപ്പിടിക്കത്തില്ല. 162 സ്റ്റേറ്റ്മെന്റ് ആണ്. അന്നേരം പോലീസ് ചോദിക്കാൻ ബാധ്യസ്ഥരാണ്, നിങ്ങൾക്ക് ആരെങ്കിലും ഈ കൃത്യം ചെയ്യാൻ വൈരാഗ്യങ്ങളുണ്ടോ? സിനിമാ ഫീൽഡിൽ നിങ്ങളുടെ വൈരാഗ്യങ്ങൾ ആരാണ്? മമ്മൂട്ടിയാണ്, മോഹൻലാലാന്ന് പറയട്ടെ. സാധാരണഗതിയിൽ ഇപ്പോ സാറ് പറഞ്ഞതുപോലെ നമുക്കറിയാൻ സാധ്യതയില്ലാത്തൊരു കാര്യമായിരുന്നു പോലീസ് അത് ചോദ്യം ചെയ്തോ ഇല്ലേന്നൊക്കെ ഉള്ളത്. പക്ഷേ വിക്ടിം ഇവിടെ എല്ലാ മാധ്യമങ്ങൾക്കും ഒരു കത്ത് കൊടുത്തു, എനിക്ക് അയാളാണെന്നോ അല്ലെന്നോ അഭിപ്രായം ഇല്ല എന്ന്. അവിടെയാണ് പ്രശ്നം. സാർ ഈ പറഞ്ഞതുപോലെ ഫസ്റ്റ് ഫേസിൽ തന്നെ ചോദ്യം ചെയ്തപ്പോ ആ പെൺകുട്ടി ഈ നടന്റെ പേര് പറഞ്ഞിരുന്നു എങ്കിൽ തീർച്ചയായും ഇങ്ങനൊരു പ്രസ് റിലീസ് ആ പെൺകുട്ടി കൊടുക്കില്ലല്ലോ. അവിടെയാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ സംശയത്തിന്റെ ആനുകൂല്യം എപ്പോഴും പോകുന്നത് ആർക്കാ? പ്രതിക്കാണ് ക്രിമിനൽ കേസിനകത്ത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അയാളല്ല, അയാളാണെന്നുമില്ല അല്ലെന്നുമല്ല എന്നുള്ള സംശയം വരികയാണെങ്കിൽ ആ സംശയത്തിന്റെ ആനുകൂല്യം ഈ കേസിൽ ആർക്ക് കൊടുക്കും? എന്തായാലും തീർച്ചയായും അവസാന ഘട്ടത്തിൽ ബൈജു കൊട്ടാരക്കര 30 സെക്കൻഡിൽ മറുപടി. അതായത് ഈ അപ്പുണ്ണിയുണ്ട്, പ്രതീഷ് ചാക്കോയുടെ കാര്യം ആദ്യം ചാനലിലൂടെ പറയുന്നത് താങ്കളാണ്. അത് സത്യമായി തന്നെ സംഭവിക്കുകയും ചെയ്തു. ഇനി അവരിൽ നിന്നും ഒരു പക്ഷേ അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കൂടുതൽ ചോദ്യം ചെയ്യൽ നടത്തിയാൽ കൂടുതൽ കാര്യങ്ങൾ ഈ കേസിൽ ഈ അഡ്വക്കേറ്റ് പ്രജിയൊക്കെ ഉയർത്തുന്ന സംശയങ്ങൾക്ക് ഒരു പരിധിവരെ മറുപടി കൊണ്ടുവരാൻ പ്രോസിക്യൂഷന് കഴിയുമെന്നാണോ താങ്കൾ കരുതുന്നത്? കാരണം അതിനുള്ള സ്കോപ്പ് അതിനകത്തുണ്ട്. ഈ അഡ്വക്കേറ്റ് പ്രതീഷ് ചാക്കോ തന്നെ അദ്ദേഹമാണ് ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷന്റെ കേസുകളൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ആ ബന്ധങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് ആദ്യം തന്നെ ആ പേര് ചാനലിൽ കൂടെ ഞാൻ വിളിച്ചു പറഞ്ഞത്. അപ്പൊ അത് സത്യസന്ധമായ കാര്യം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അയാളെ പിന്നെ ഈ പറഞ്ഞ പ്രതീഷ് ചാക്കോയെ ഒന്ന് ചോദ്യം ചെയ്താൽ, നല്ല രീതിയിൽ പോലീസ് ചോദ്യം ചെയ്താൽ ഇതിന്റെ എല്ലാ തെളിവുകളും പോലീസിന് കിട്ടും. ഇനി ഒരു കാര്യം പറഞ്ഞിട്ട് പ്രതീക്ഷയെ ഒറ്റ മുദ്രാവാക്യമേ ഉള്ളൂ നമുക്ക്. എന്താണെന്നറിയോ? മലയാള സിനിമ ഒന്ന് ശുദ്ധീകരിക്കണം. മലയാള സിനിമയിലെ ടെക്നീഷ്യൻസ് ഉണ്ടല്ലോ, അവർക്ക് ഒരു തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം. സ്ത്രീകൾക്കുൾപ്പെടെ തൊഴിൽ സുരക്ഷിതത്വമാണ് വേണ്ടത്. അതിനുവേണ്ടിയാണ് സംസാരിക്കേണ്ടത്. അല്ലാതെ ആ ഉദ്യമത്തിൽ ശാന്തിവിളയും കൈകോർക്കുന്നു. അദ്ദേഹം ഈ ചർച്ചയിൽ അദ്ദേഹം പറയുകയും ചെയ്തു. അവസാനം 20 സെക്കൻഡ് ശ്രീ ജോർജ് ജോസഫ് നേരത്തെ അഡ്വക്കേറ്റ് പ്രജി സൂചിപ്പിച്ചതുപോലൊക്കെ തന്നെ അത് രാംകുമാർ കോടതിയിൽ പറയുകയും ചെയ്തു. ഒരു തെളിവുകളും ഒരു പക്ഷേ ഇല്ല, നിരത്താൻ കഴിഞ്ഞില്ല. ഫാക്ച്വൽ എവിഡൻസ് ആകെയുള്ളത് ഈ ദിലീപിന്റെ ഡ്രൈവറോ അല്ലെങ്കിൽ മാനേജറോ ആ രീതിയിലേക്ക് മാത്രമാണ് കാര്യങ്ങളെ കൊണ്ടെത്തിക്കാൻ കഴിയുന്നത്. ഒരുപക്ഷേ സെക്കൻഡ് ഫേസ് ഉണ്ടാകുമെന്ന് പ്രജി പറയുന്നുണ്ടെങ്കിലും ഇതിനൊക്കെ ഒരു പ്രോസിക്യൂഷന് പ്രബലമായ ദൃഢമായ കാര്യങ്ങളിലേക്ക് എത്താൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിയുമോ? താങ്കൾ പ്രകടിപ്പിക്കുന്ന അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന് ആവശ്യമായ തെളിവുകൾ പോലീസിന്റെ കയ്യിൽ വന്ന ശേഷം തന്നെയാണ് ഈ അറസ്റ്റ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് ആർഗ്യുമെന്റ് സമയത്ത് പ്രോസിക്യൂഷൻ കോടതിയിൽ പറയാനൊക്കില്ല, കേസ് ഡയറിയെ കൊടുക്കുകയുള്ളൂ. ഞാനാണെങ്കിൽ ചില കാര്യങ്ങൾ പതുക്കി വെക്കും, പ്രതിഭാഗം വക്കീൽ അവിടെയുണ്ട്, കേൾപ്പിക്കത്തില്ല, കേസ് ഡയറി കോടതി കൊടുക്കും. അതായത് ദൃഢമായ കേസ് ഡയറി
കേസിൽ കയറി ശ്രീ വാസുദേവൻ, അവസാനമായി ഒരു ചെറിയൊരു കാര്യമുള്ളൂ. ഈ കേസിനകത്തുണ്ടായിരിക്കുന്ന ഇപ്പം നമ്മളിരുന്ന് സംസാരിക്കുമ്പോൾ ഇതൊരു കോടതിയൊന്നുമല്ല, വിചാരണയുമല്ല, മറിച്ച് ഒരു PR സംഭവം മറുവശത്ത് നടക്കുന്നുണ്ട്. ഒരു PR സംഭവം മറുവശത്ത് നടക്കുമ്പോൾ ഇപ്പുറത്തും ചില ആൾക്കാർക്ക് കാര്യങ്ങൾ പറയാനുണ്ട്. ആ സ്പിരിറ്റിലൊക്കെ ഞാൻ ഈ ചർച്ചയിൽ വരുന്നത്. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഇത് നമ്മുടെ പ്രിജി വക്കീൽ പറഞ്ഞല്ലോ, ഈ പീഡനം, റേപ്പ് തുടങ്ങിയ കാര്യങ്ങളിൽ പ്രതി പറഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ ഇര പറഞ്ഞാൽ കോംപ്രമൈസ് ആകാം. ഒരു സുപ്രീം കോടതി വക്കീലെ ഞാൻ ഇരുന്ന് വിളിച്ചു. ഒരു സ്ത്രീയുടെ ഇഷ്ടത്തോടു കൂടി ഒരു പുരുഷനുമായി ബന്ധപ്പെടുകയാണെങ്കിൽ കേസെടുക്കാൻ അഡ്വക്കേറ്റ് പ്രിജി, ഒപ്പം വാസുരേന്ദ്ര ബാബു, ശാന്തിവിള ദിനേശൻ, ഒപ്പം ജോർജ് ജോസഫ്, ഒപ്പം നമ്മോടൊപ്പം തത്സമയം പങ്കുചേരുന്ന ശ്രീ ബൈജു കൊട്ടാരക്കര, നന്ദി അറിയിക്കുന്നു.